ഓക്കെ, ഗുഡ്. ഓക്കെ. സോ ഇന്ന് നമ്മുടെ ടീച്ച് ടോക്ക് സീരീസ് ഇന്ന് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളത് പോലെ ഇസാഫ് ഫൗണ്ടേഷൻ ആണ് ഈ ടീച്ച് ടോക്ക് സീരീസ് 3 പാർട്സ് ഉള്ള ഈ ടീച്ച് ടോക്ക് സീരീസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രവർത്തിച്ചു വരുന്ന നമ്മളോട് കൂടെ എപ്പോഴും ഉള്ള കുട്ടികളെ കൂടുതലായിട്ട് മനസ്സിലാക്കുക, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരെ എങ്ങനെ നമ്മുടെ കൂടെ നിർത്തി സ്നേഹത്തോടും കരുതലോടും അവരുടെ കൂടെ നമുക്ക് ആയിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഈ മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് സെഷൻ എടുക്കാനായിട്ട് വന്നിരിക്കുന്ന ശ്രീജിത്ത് എസ് നായർ സർ. വളരെ തിരക്കുകളുണ്ട്, എന്നാലും ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്നതിന് ഞങ്ങൾ സാറിനോട് നന്ദി അറിയിക്കുകയാണ്, അതുപോലെ സ്വാഗതവും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇസാഫ് ഫൗണ്ടേഷന്റെ കോ ഫൗണ്ടറും ഇസാഫ് ഫൗണ്ടേഷൻ ഡയറക്ടറുമായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് സാമുവൽ സർ നമ്മളോട് കൂടെ ഉണ്ട്. സാറിനെയും ഈ ഓൺലൈൻ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം വർക്ക് ചെയ്ത് നമ്മുടെ വിൻസാറാണ്, സാറിനോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദിയും ഇസാഫ് സാന്ത്വന പ്രോജക്ടിന്റെ പേരിലും ഫൗണ്ടേഷന്റെ പേരിലും ഒക്കെയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ആൻഡ് ഓൾസോ ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വളരെ ഉത്സാഹത്തോടെ നേരത്തെ തന്നെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു പ്രത്യേക മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇസാഫിന്റെ കോർ വാല്യൂലൊന്നാണ് നമ്മൾ എല്ലാ യോഗങ്ങളും ഇതുപോലെ ചെറിയൊരു പ്രാർത്ഥനയോടെ, ഒരു മൗന പ്രാർത്ഥനയോടെ ആരംഭിക്കുക എന്നുള്ളത്. അപ്പൊ അതിനായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കുക, നമ്മൾ മാറ്റുന്നത് നമ്മൾ മാറ്റുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കാനായിട്ട് ഒരു നിമിഷം നമുക്കൊന്ന് സർവേശ്വരനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം ജേക്കബ് സാമുവൽ സർ ഇസാഫ് ഫൗണ്ടേഷനെ കുറിച്ചും ഈ പ്രത്യേക മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന സാന്ത്വന പ്രോജക്റ്റിനെ കുറിച്ചും ചില വാക്കുകളിൽ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കും. ഇപ്പൊ ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജേക്കബ് സാമുവൽ സർ ഇസാഫ് ഫൗണ്ടേഷനെ കുറിച്ചും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സാന്ത്വന പ്രോജക്റ്റിനെ കുറിച്ചും ചെറിയ ചില വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സർ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് നല്ല രീതിയിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇസാഫിനെ കുറിച്ചും ഇസാഫിന്റെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇസാഫ് കൂടുതലും അറിയപ്പെടുന്നത് ഒരുപക്ഷെ അതിൻ്റെ ധനകാര്യ ഫിനാൻഷ്യൽ സർവീസസിൽ കൂടെയാണ്, സാമ്പത്തിക സേവനങ്ങളിൽ കൂടെയാണ്. എൻ്റെ സ്മോൾ ഫിനാൻസ് ബാങ്ക്, മൈക്രോ ഫിനാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഇസാഫ് ആരംഭിക്കുന്ന സമയത്ത് ഒരു ബാങ്കെന്നോ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് എന്നോ എന്നുള്ള യാതൊരു ചിന്തകളും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ ചാരിറ്റബിൾ സൊസൈറ്റി. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട്, ഒരു NGO ആയിട്ടാണ് 1992, about 32 years back, ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ട് അതിനോട് ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുക എന്നുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരുമിച്ചുള്ള തീരുമാനവും ഒരുമിച്ചുള്ള ഒരു സമർപ്പണത്തിന്റെ ഫലമായിട്ടാണ് ഇസാഫ് അന്ന് ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ, അന്ന് ഏറ്റവും പ്രശ്നമായിരുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അൺഎംപ്ലോയ്മെന്റ് ഓഫ് ദി യൂത്ത്, അൺഎംപ്ലോയ്മെന്റ് ഓഫ് ദി എഡ്യൂക്കേറ്റഡ് യൂത്ത്, അതുപോലെ തന്നെ റൂറൽ പോവർട്ടി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങി. തുടർന്ന് ഓരോ വർഷങ്ങൾ കഴിയുന്തോറും പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു. പല പ്രോജക്ട്സ് തുടങ്ങി. അതിൽ പല പ്രോജക്ട്സും പല വ്യത്യസ്ത എൻറ്റിറ്റീസ് ആയിട്ട് മാറി. നമ്മൾ തുടങ്ങിയ സ്വാശ്രയ സംഘങ്ങളിൽ കൂടെയുള്ള ചെറിയ ലോണുകൾ കൊടുക്കുന്ന ആ സംരംഭം ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനമായിട്ടും പിന്നീട് ഒരു ബാങ്കായിട്ടും മാറി. അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായി, ഒരു റീറ്റെയിൽ ചെയിൻ ഉണ്ടായി, ഹെൽത്ത് കെയർ കമ്പനി ഉണ്ടായി. അങ്ങനെ പല എൻറ്റിറ്റീസ് ആയിട്ട്, ലീഗൽ എൻറ്റിറ്റീസ് ആയിട്ട് തന്നെ അത് മാറി.
എന്നാൽ ഇസാഫ് ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള രീതിയിൽ ഒരു സന്നദ്ധ സംഘടനയായിട്ട് അത് ഇന്നും നിലനിൽക്കുന്നു. അതിൻ്റെ കീഴിലുള്ള പല പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ എഡ്യൂക്കേഷൻ, ലൈവ്ലിഹുഡ്, ഹെൽത്ത്, എൻവയോൺമെന്റ്, അഗ്രികൾച്ചർ, അർബൻ പ്ലാനിംഗ് എന്നിവയൊക്കെയാണ്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ്റെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ക്കടുത്തുള്ള ആയക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പഴയ മാനേജ്മെന്റ് സ്കൂള് ഇസാഫ് ഏറ്റെടുത്ത് അത് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിന് ഒരു വളരെ ആശ്രയമായിരിക്കുന്ന ഒരു സ്കൂളാണ്. അത് നമ്മൾ വികസിപ്പിക്കുകയും നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ, ഈസ്റ്റേൺ ഇന്ത്യയിൽ, ജാർഖണ്ഡിലും ആസാമിലും ഒക്കെയുള്ള പല ട്രൈബൽ വില്ലേജസിൽ ഉള്ള പ്രൈമറി സ്കൂളുകൾ തുടങ്ങുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ് കൊടുക്കുകയും സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയും ഒക്കെ അതും എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നുണ്ട്. ലൈവ്ലിഹുഡ് പ്രധാനമായിട്ട് സ്പെസിഫിക് സ്കിൽ ട്രെയിനിങ് ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നൈപുണ്യ പരിശീലനം, അവരെ പല മേഖലകളിലുള്ള പരിശീലനം കൊടുക്കുകയും മാത്രമല്ല അവർ നിർമ്മിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ, പ്രോഡക്ട്സിന് ഒരു മാർക്കറ്റ് ആക്സസ് കിട്ടത്തക്കവണ്ണമുള്ള എക്സിബിഷൻസും അതുപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ ചെയിനിൽ കൂടെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് ഒരു വിപണി കണ്ടെത്തുവാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ആരോഗ്യ സേവന രംഗത്ത് അത് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും രണ്ടും അതിനകത്ത് ഉണ്ട്. അതിൽ ഫിസിക്കൽ ഹെൽത്തിന്റെ ഭാഗത്ത് വി ഹാവ് റൂറൽ ഹോസ്പിറ്റൽ ഇൻ തച്ചമ്പാറ നിയർ മണ്ണാർക്കാട്. അതുപോലെ തന്നെ ആരോഗ്യ മിത്ര എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. ആരോഗ്യ സഖി എന്ന് പറയുന്ന ഒരു റൂറൽ ഹെൽത്ത് പ്രൊജക്ട് ഉണ്ട്. അവിടെയൊക്കെ ആ ഗ്രാമങ്ങളിൽ തന്നെയുള്ള കഴിവുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെ ആ ഗ്രാമത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണം വേണ്ട ട്രെയിനിങ്ങും അവരെ അതിനുവേണ്ടി എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സാന്ത്വന പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റ് കെയർ, പരിസ്ഥിതി സംരക്ഷണം, അതിനുവേണ്ടിയുള്ള പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രൊമോട്ടിങ് സോളാർ പ്രൊഡക്ട്സ് മുതലായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. കൃഷി, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനീസിൽ കൂടെ കൃഷിക്കാർക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണി കണ്ടെത്തുന്നതിന്, നല്ല വില കിട്ടുന്നതിന് അവരെ സഹായിക്കുക. അതുപോലെ തന്നെ അർബൻ പ്ലാനിംഗ്, നമ്മുടെ നഗരങ്ങൾ കൂടുതൽ വാസയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇതൊക്കെയാണ് ബ്രോഡായിട്ട് പല പ്രൊജക്ട്സ് ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിലുള്ള സ്വാന്തന എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രൊജക്റ്റിന്റെ കീഴിലാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സാന്ത്വന പ്രധാനമായിട്ട് മാനസിക ആരോഗ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, മെന്റൽ ഹെൽത്ത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഒരു ഫിസിക്കൽ ഡിസീസ്, നമുക്ക് ശാരീരികമായിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ യൂഷ്വലി നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകും, ഹോസ്പിറ്റലിൽ പോകും, അതിന് വേണ്ട ചികിത്സ നേടും. എന്നാൽ പലപ്പോഴും ഈ മാനസിക ആരോഗ്യം നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്ത, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സാധാരണ മനുഷ്യർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അപ്പം മെന്റൽ ഡിസീസ് എന്ന് പറയുന്നത് ഇതൊരു വലിയ ശാപമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഒരിക്കലും രക്ഷപ്രാപിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട്, അസുഖമായിട്ടൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. മാനസിക രോഗം എന്ന് പറയുന്നത് ശാരീരിക രോഗം പോലെ തന്നെയുള്ളൊരു കാര്യമാണ്. അതിന് ചികിത്സയുണ്ട്. ആ ചികിത്സ തക്ക സമയത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ വിമുക്തി പ്രാപിക്കാനായിട്ട് സാധിക്കും. അത് കൗൺസിലിംഗിൽ കൂടെ ആയാലും സൈക്കോതെറാപ്പിയിൽ കൂടെ ആയാലും അല്ലെങ്കിൽ സൈക്കാട്രിക് കെയറിൽ കൂടെ ആയാലും ഒക്കെ അതിനുള്ള പ്രതിവിധികൾ ഇന്നുണ്ട്. അതിനെക്കുറിച്ച് ഉള്ള അവയർനെസ് പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഇടയിൽ, ഒരുപക്ഷെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറേയൊക്കെ അറിയാമായിരിക്കും, എന്നാൽ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, സ്ത്രീകൾ, യുവജനങ്ങൾ, അവരുടെ ഇടയിൽ ഇത് ആ ബോധ്യം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മളതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മെന്റൽ ഹെൽത്ത് അവയർനെസ്സിന് വേണ്ടി പ്രത്യേക ട്രെയിനിങ്സ് കൊടുക്കുക. സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മെന്റൽ ഹെൽത്ത് അവയർനെസ് മറ്റുള്ളവരിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ആ രീതിയിൽ അവരെ സജ്ജരാക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ആശാ വർക്കേഴ്സിന്, അതുപോലെ തന്നെ ഫിസിക്കലി ആൻഡ് മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന കെയർ ഗിവേഴ്സിന്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സും ആ കൂട്ടത്തിൽ പെടുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഭാവി, രാജ്യത്തിന്റെ ഭാവി
അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാവി ഇന്നത്തെ വിദ്യാർത്ഥികളിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അവരുടെ സമ്പൂർണമായിട്ടുള്ളൊരു വികസനം, അവരുടെ ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറെ അറിവ് ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഷേപ്പിംഗ് ദെയർ പേഴ്സണാലിറ്റി ആൻഡ് മേക്കിംഗ് ദം സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് പേഴ്സൺസ്. അപ്പൊ ആ രീതിയിൽ സഹായിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കഴിയുന്നത് പാരൻസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് ആയിരിക്കും. കാരണം ഒരു പ്രത്യേക പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടികളുമായിട്ട് ഇടപെടുന്നത് ടീച്ചേഴ്സാണ്. തീർച്ചയായിട്ടും ടീച്ചേഴ്സിനെ അവരുടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ നമുക്കറിയാം, ഒരു റിഫ്രഷർ ട്രെയിനിങ് ഈസ് ഓൾവേസ് വെൽക്കം. നമ്മൾ കുറെ കഴിയുമ്പോഴത്തേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർക്കാനായിട്ടും ഈ ഫീൽഡിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ടും ഒക്കെയുള്ള ഒരു സാധ്യത എന്നുള്ളത് കണ്ടുകൊണ്ടാണ് നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഇതുപോലുള്ള പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം മാനസിക ആരോഗ്യം ഉള്ള ഒരു ജനത എന്നുള്ളതാണ് നമ്മുടെ ഈ സ്വാന്തന പ്രൊജക്ടിന്റെ ഒരു ദർശനം എന്ന് പറയുന്നത്. അപ്പോ equipping teachers to help them to relate in a better way to students, understanding the students. വിദ്യാർത്ഥികളെ മനസ്സിലാക്കുക, അവരെ ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് മനസ്സിലാക്കി അവർക്ക് എന്തെല്ലാം രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഒരു സപ്പോർട്ടുമാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇസാഫിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകദേശം 23 സംസ്ഥാനങ്ങളിൽ 3 യൂണിയൻ ടെറിട്ടറീസിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 16 ലക്ഷത്തോളം ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ നിസാഫിന്റെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇന്നുണ്ട്. വളരെ എളിയ രീതിയിൽ 32 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലുടനീളം അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് സ്വാന്തന പ്രൊജക്റ്റ്. അതിന്റെ കീഴിലാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഓർഗനൈസ് ചെയ്ത ആളുകളോടുള്ള പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയും ഈ സമയം നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇപ്പം ഞാൻ വിൻ സാറിനെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ടോക്ക് ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീജിത്ത് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മറ്റ് ഫർദർ ക്ലാസ്സിലോട്ട് പോകാനായിട്ട്. താങ്ക് യു മരണി ചേച്ചി, ജഗസമൽ സർ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സെഷൻ, നമ്മുടെ സെഷൻ 1, നോ ദം ബിഫോർ യു ടീച്ച് ദം, എല്ലാം കൊണ്ടും വളരെ യോഗ്യനായ ഒരു വ്യക്തിയെ നമുക്കിന്ന് നമ്മുടെ ഇടയിൽ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് കിട്ടാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് ഞാൻ വളരെ ഫോർമലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ഒത്തിരി ഫോർമാലിറ്റി നല്ലതല്ല. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞോട്ടെ. ഒരു ടീച്ചർ ബൈ പ്രൊഫഷൻ, ആൻ അക്കാഡമിഷ്യൻ, ആൻ എന്റർപ്രണർ എന്ന രീതിയിൽ വളരെ വൈബ്രന്റ് ആയിട്ട് ഒരുപക്ഷെ പാലക്കാടിന്റെ ഒരു എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് വളർത്തുന്നതിൽ തന്നെ അദ്ദേഹത്തിന്റെ കാര്യമായ പങ്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. അദ്ദേഹം KBS അക്കാഡമി എന്ന എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ ചെയർമാനാണ്, ഓണറാണ്, ഫൗണ്ടറാണ്. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴത്തെ ലയൺസ് ക്ലബ്ബ്, പഴയ ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാട്, അതിന്റെ ട്രഷററാണ്, ലയൺസ് സ്കൂളിന്റെ ട്രഷററാണ്, നമ്മുടെ കാണിക്കുമാധവ സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്, JCI റൊട്ടേറിയൻ എന്ന രീതിയിലൊക്കെ വളരെ പ്രസിദ്ധനാണ്, കമൽ പത്ര അവാർഡ് JCI ഇന്റർനാഷണലിന്റെ വാങ്ങിയ വ്യക്തി എന്ന നിലയിലെല്ലാം എല്ലാം കൊണ്ടും വളരെ യോഗ്യനായ ഒരു മനുഷ്യൻ. ഇതൊക്കെ ഒരുപക്ഷെ വളരെ ഫോർമൽ ആയിട്ടുള്ള വാക്കുകളായിരിക്കാം അദ്ദേഹത്തെ കുറിച്ച്. ഞാൻ വളരെ ഇൻഫോർമൽ ആയിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയട്ടെ. നിങ്ങൾ ഈ പൈഡ് പൈപ്പറിന്റെ കഥ എത്ര പേര് കേട്ടിട്ടുണ്ട്? ചാറ്റിൽ ഒന്ന് അടിച്ചാലും മതി. ഞാനൊരു ബേസിക്കലി ടീച്ചറും കൂടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പൈഡ് പൈപ്പറിന്റെ കഥ എത്ര പേര് കേട്ടിട്ടുണ്ട്? ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്, ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഏറ്റവും എളുപ്പത്തില് ശ്രീജിത്ത് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹീസ് എ പൈഡ് പൈപ്പർ ഇൻ ഹിസ് ക്ലാസ്. ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില വ്യക്തികളെ സ്വാധീനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാവരും പുറകെ കൂടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് എസ് നായർ. പ്രത്യേകിച്ച് ഞാൻ
അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാനും എഞ്ചിനീയറിംഗ് കോളേജിലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലും വളരെയധികം ഒരുപക്ഷെ ഞങ്ങൾ തമ്മിലുള്ള കൂട്ടൊക്കെ ഒരുപക്ഷെ 7 വർഷത്തോളം ഉള്ള ഒരു ബന്ധമാണ്. അപ്പം അദ്ദേഹത്തിന് ഒത്തിരി പഠിക്കുവാനും ഒരു ടീച്ചർ എന്ന നിലയിൽ ഒത്തിരി ആർജിക്കുവാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഇന്നത്തെ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് എല്ലാവരും ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മൾ ട്രെയിനേഴ്സ് ആയിരിക്കാം, നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാനാണ്. നമ്മളെല്ലാവരും ഇതുപോലെ ഒരു വൈറ്റ് പേപ്പേഴ്സായി നമ്മളുടെ ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന തലമുറ, യുവതലമുറ വളരെ നമ്മൾ പഠിച്ച കാലം പോലെയല്ലല്ലോ, വിഭിന്നമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ തലമുറയെ എങ്ങനെ സ്വാധീനിക്കാം, എങ്ങനെ അവരെ നന്നായി അറിഞ്ഞ് പഠിപ്പിക്കാം എന്നുള്ള ആ ഒരു ദൗത്യത്തിന് സർവ്വതാ യോഗ്യനായ നമ്മുടെ ശ്രീജിത്ത് സാറെ സെഷൻ എടുക്കുന്നതിന് വേണ്ടി വളരെയധികം സന്തോഷത്തോടു കൂടി ഇസാഫിനെ ഔദ്യോഗികമായി ക്ഷണിക്കുന്നു. ഈ ഒരു 45 മിനിറ്റ് ഒന്നും മതിയാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ FDPകളിലൂടെയും തുടർന്നുള്ള പല ഓൺലൈൻ ഹൈബ്രിഡ് മോഡുകളിലൂടെയൊക്കെ നമ്മുടെ ഈ ഒരു സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രീജിത്ത് സാർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ ചെറിയ ഒരു തുടക്കത്തിന് വേണ്ടി അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഓവർ ടു ശ്രീജിത്ത് സാർ. സർ അൺമ്യൂട്ട് ചെയ്യാലോ അല്ലേ? സാർ അത് കോ-ഹോസ്റ്റ് ആക്കണേ സാറേ. So thank you so much Vin sir for this wonderful introduction. Let me start our session by conveying gratitude to God for giving me this great opportunity. Thank you so much Jacob Samuel sir, Marina madam and all the authorities behind this, especially ISAF Foundation and ISAF Santwana. And more than all, I would like to thank all my dear teachers and trainers, those who are present today to get some discussion points. Thank you so much. Please don't take this as a class. Vincent, any on the spotlight here? Hello, sir. Yes. സാറ് സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. Yes. Once again, thank you so much all of you. ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവ്. ഇതിൽ ആരെയും പഠിപ്പിക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരു ടോപ്പിക്കാണ്. ഈ നമ്മുടെ ഈ സ്റ്റുഡൻസിനെ, പ്രത്യേകിച്ച് ന്യൂജൻ സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം കഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ് അല്ലേ? പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത സെഷനിൽ നിന്നും തികച്ചും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ. എന്തായാലും ടീച്ചേഴ്സിന് ടേക്ക് അവേ കുറച്ചെങ്കിലും ഈ ഷോർട്ട് സ്പാനിൽ എന്തെങ്കിലും ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കരുതാനുള്ള ആയുധം ഇന്നത്തെ സെഷനിന് കിട്ടട്ടെ എന്നുകൂടി ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് സെഷൻ തുടങ്ങാം. എനിക്കൊരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ. സെഷന്റെ ആദ്യം മുതൽ അവസാനം വരെ ശ്രീജിത്ത് അല്ല ക്ലാസ് ലീഡ് ചെയ്യുന്നത്, പാർട്ടിസിപ്പൻസ് ആണ്. സോ ഐ നീഡ് യുവർ ഹെൽപ്പ്. You should keep this chat box always in a very vibrant mode. ചാറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ റെസ്പോൺസ് എത്ര വരുന്നോ അത്ര കണ്ട് ഞാൻ എനർജൈസ്ഡ് ആവുന്നുള്ളതാണ്. അപ്പോ ഓക്കെ അല്ലേ? പ്ലീസ് റെസ്പോണ്ട്. ലെറ്റ് us start. ചാറ്റ് ബോക്സ് പരമാവധി ഉപയോഗിക്കണം പ്ലീസ്. ചാറ്റ് ബോക്സ് പരമാവധി ഉപയോഗിക്കണം. ഇത് ക്ലാസ് അല്ല, ഇതൊരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് അല്ല, ഇത് ജസ്റ്റ് ഒരു ഡിസ്കഷൻ ആണ്. എൻ്റെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ നമുക്കെല്ലാം ഭയങ്കര ഒരുപാട് എൻ്റെ മെന്റേഴ്സ് വന്നിട്ടുണ്ട്, എൻ്റെ സീനിയേഴ്സ് വന്നിട്ടുണ്ട്, എൻ്റെ അധ്യാപകർ വന്നിട്ടുണ്ട്, എൻ്റെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, ഒത്തിരി പേര്. എന്തായാലും നമുക്കിതൊരു ഡിസ്കഷൻ പോയിന്റ് ആണ്. ആരും വലിയ ആളോ ആരും ചെറിയ ആളോ അല്ല, ആരെയും പഠിപ്പിക്കാൻ നമ്മുടെ ചർച്ചയാണ്. സോ ലെറ്റ് us start. നമ്മളിപ്പോ ഫോക്കസ് ചെയ്യണ അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 ജനറേഷനാണ്, ജനറേഷൻ സി അഥവാ ജനറേഷൻ സെറ്റും ആൽഫ ജനറേഷൻ സ്റ്റുഡൻസും. അപ്പോൾ ഹൗ മെനി ഓഫ് യു തിങ്ക്, എത്ര ടീച്ചേഴ്സ് ഇങ്ങനെ സ്വയം വിചാരിക്കുന്നുണ്ട്? ഫോർ എക്സാമ്പിൾ, ഞാനൊന്നും പഠിച്ച കാലത്തെ ഒരു സെറ്റപ്പ് അല്ല ഇപ്പോ. ഞങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ടീച്ചേഴ്സ് വരുമ്പോഴേക്കും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, വിഷ് ചെയ്യായിരുന്നു, പിന്നെ ഭയങ്കര ഒബീഡിയന്റ് ആയിരുന്നു, കുറെയൊക്കെ ക്ഷമയുണ്ടായിരുന്നു, ഇത്രമാത്രം ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇത്രമാത്രം ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഹൗ മെനി ഓഫ് യു, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൽ എത്ര പേര് ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നു?
യെസ്, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ലൈഫ് അല്ല ഇപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ്. ഏറ്റവും കൂടുതൽ ഡിസ്റപ്ഷൻ, ഏറ്റവും കൂടുതൽ ചേഞ്ച്, ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും ഇനി ടെക്നോളജിയിൽ എന്ത് ഡിസ്റപ്ഷൻ വന്നു, കുട്ടികൾ എത്രമാത്രം അപ്ഡേറ്റഡ് ആയി, കുട്ടികൾ എത്രമാത്രം പ്രശ്നക്കാരാവും, കുട്ടികളുടെ അടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള ലെവലിൽ നമ്മൾ ഓരോ ദിവസവും ശരിക്കും ടീച്ചിങ് ജോബ് ഭയങ്കര ചലഞ്ചിങ് ജോബാണ്. ഞാൻ ഡിഫിക്കൽട്ട് ജോബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ചലഞ്ചിങ് നൗ ഡേയ്സ്, റൈറ്റ്? യെസ്. സോ ഞാൻ ജനറേഷൻ സിയും ആൽഫ ജനറേഷനും സെലക്ട് ചെയ്യാൻ കാരണം 1997 ശേഷം ജനിച്ച 2012 വരെ ജനിച്ച കുട്ടികളാണ് ഈ ജനറേഷൻ സെറ്റ് അല്ലെങ്കിൽ ജനറേഷൻ സി സ്റ്റുഡൻസ്. ആൽഫ ജെൻ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ 2013 മുതൽ അറ്റ് പ്രസന്റ് അവരൊക്കെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ആയിരിക്കും. നേരെ മറിച്ച് ജെൻ സി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടികളായിരിക്കും. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന 9th 10th 11th 12th ഒക്കെ ജനറേഷൻ സി ആണ്. മോർ ഓർ ലെസ് ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സും ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ സെയിം ആണ്. അപ്പൊ നമുക്ക് അവരുടെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഇവര് എന്നുള്ളത് ചർച്ച ചെയ്താലോ? റെഡി? എക്സ്ക്യൂസ് മീ. യെസ് ഗുഡ്. ഞാൻ പറഞ്ഞു ചാറ്റ് ബോക്സിലെ പവർ ആണ് ഇന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഐ ആം നോ വൺ. ഞാൻ ആരുമല്ല ആരെയും പഠിപ്പിക്കാൻ. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇസാഫ് അതോറിറ്റീസ് ഇത്രയും അവർ ഹാർഡ്ഷിപ്പ്, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കൊറോണ ഇന്ന് 5ാം വാർഷികമാണെന്നൊക്കെ പലരും ടിവിയിലും ചാനലിലും പറയുന്നുണ്ട്. 5 കൊല്ലം മുമ്പ് കൊറോണ ഉണ്ടായ സമയത്ത് സൂം മീറ്റിംഗിൽ 100 പേരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ 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 ഈസി ആയിരുന്നു. പക്ഷെ ഇന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരുപാട് ട്രെയിനിങ് എടുക്കുന്നതാണ്, സെയിൽസ് ട്രെയിനിങ് എടുക്കുന്നതാണ്, ബിസിനസ് ട്രെയിനിങ് എടുക്കുന്നതാണ്, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഞാൻ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്നതാണ്. ഈ 100 പേരെ ഈ സാറ്റർഡേ പീക്ക് അവേഴ്സിൽ രാത്രി ഇത്രയും കയറ്റണമെങ്കിൽ ഈ അതോറിറ്റീസിന് ഒരിക്കൽ കൂടി ഞാൻ മറീന മാഡം, മിൻ വിൽസൺ സാർ, ജേക്കബ് സമൽ സാർ എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ആ എഫേർട്ടിന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കാം. ജനറേഷൻ സി സ്റ്റുഡൻസ്, that means the students, those who are before us now, whether they are different or not, അവർക്ക് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ട്. അവർ നമ്മുടെ പോലെയല്ല, കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ട് എന്ന് എത്ര പേര് സമ്മതിക്കും? They are quite different. They are quite strange. They are a little bit difficult to handle them. How many of you think? Yes, majority. Thanks for your seconding my statement. Thank you, my dear teachers. Shall we go? Yes, here we go. ഞാൻ നിന്നിട്ട് എടുക്കാമെന്ന് തോന്നുന്നു അല്ലെ? കാരണം നിന്നിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നമ്മൾ പറയില്ലേ, ഒരു അതോറിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്കും ക്ലാസ് ഇരുന്നെടുക്കുമ്പോൾ എനിക്കൊരു ചാർജ് വരുന്നില്ല. ടീച്ചേഴ്സ് ചെയറിൽ ഇരിക്കേണ്ടവരല്ല, കസേരയിൽ ഇരിക്കേണ്ടവരല്ല. ടീച്ചേഴ്സ് നിന്ന് ക്ലാസ് എടുക്കും. അപ്പൊ ഇന്ന് എന്തായാലും ഞാനാണല്ലോ പഠിപ്പിക്കുന്നത് അല്ലെ, ഞാനാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് മീ സ്റ്റാൻഡ് ആൻഡ് പ്രൊസീഡ് അവർ സെഷൻ. യെസ്. സോ മൈ ഡിയർ ടീച്ചേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ലെറ്റ് മീ ടെൽ യു എ ഫ്യൂ തിങ്സ്. യെസ്, ഹിയർ വി ഗോ. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. നോക്കിയേ, ഈ ജനറേഷൻ സി അഥവാ ആൽഫ ജനറേഷനിലുള്ള സ്റ്റുഡൻസ്, അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ഡിജിറ്റൽ ഫേസ്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികളാണ്. അതേപോലെ ടെക് സാവിനെസ്സും അവർക്ക് ഭയങ്കരമാണ്. ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഈ സ്ലൈഡ്സ് ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന അത്ര പേർക്കും ഞാൻ ഈ സ്ലൈഡ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൺഫ്യൂഷനോ ടെൻഷനോ വേണ്ട. ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന അത്ര പേർക്കും ഈ പവർ പോയിന്റ് കിട്ടിയെന്ന് ഞാൻ ഉറപ്പുവരുത്തും. സോ don't get panic. Okay, so please be into the session, right? Yes. So എനിക്കറിയാം, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഈവൻ ഇപ്പൊ പോലും നമുക്കൊരു സർക്കുലർ വന്നാൽ, ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ, ഒരു ഗവൺമെന്റ് സർക്കുലർ വന്നാൽ, വാട്ട് വി യൂസ് ടു ഡു മൊബൈലിൽ ഒരു സർക്കുലർ, ഒരു മെയിലിൽ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കുറെയൊക്കെ മാറി, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിന്റ് എടുത്ത് പെണ്ണുകൊണ്ടൊക്കെ വരച്ച് ഹൈലൈറ്റ് ചെയ്ത് വായിക്കാനും നോക്കാനുമാണ് നമുക്കൊരു ഡോപ്പമിൻ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുള്ളൂ. സേ യെസ് ഓർ നോ? ഒരു മൊബൈൽ
ഒരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലോ നമുക്ക് സോഫ്റ്റ് കോപ്പി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ we are not at all satisfied. Whatever it may be, we are not at all satisfied. But my dear teachers, keep in mind, ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഫസ്റ്റ് മൈൻഡ് സെറ്റ് ആണ്. ഞാൻ അതിന് ബെസ്റ്റ് പ്രൂഫ് പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന എത്ര കുട്ടികൾ ഇതിൽ എത്ര ടീച്ചേഴ്സിന് പറയാൻ പറ്റും അവരുടെ നോട്ട്സ്? അപ്പൊ നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ പഠിക്കുവോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ നോട്ട്സ് നമ്മൾ അപ്ഡേറ്റഡ് ആക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? നമ്മൾ നോട്ട്സ് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നോട്ടിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ സൂക്ഷിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പൊ മാർച്ചിൽ എക്സാം എഴുതാൻ പോണ കുട്ടിയുടെ കയ്യിൽ പോലും ഫുൾ A+ വാങ്ങാൻ സാധ്യതയുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത പോലെയുള്ള നോട്ട്സ് ഉണ്ടോ ഇല്ലയോ? പ്ലീസ് പോസ്റ്റ് ഇൻ ചാറ്റ്, പ്ലീസ്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. യെസ് രമാദേവി മാം ഈസ് ടെലിംഗ് ദാറ്റ് ഇല്ല. Excuse me, yes, most of you are responding that no, notes are there. My point is എക്സാക്ട്ലി ഇന്ന് വരെയുള്ള നമ്മൾ എടുത്ത ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ ചെയ്ത പോലെ ഡേ ടു ഡേ അപ്ഡേറ്റഡ് നോട്ട് ഇല്ലാതിരിക്കില്ലല്ലോ. നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ വിടില്ലല്ലോ. ഓക്കെ, യെസ്, മേ ബി ഫ്യൂ ഹാവ്. അതാണ് എക്സാക്ട് സ്റ്റേറ്റ്മെന്റ്. എല്ലാവരുടെയും എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും. ഇവിടെയും ചില പാരന്റ്സും ചില ടീച്ചേഴ്സും ബാക്കിൽ നിന്നുകൊണ്ട് അവരെ കംപ്ലീറ്റ് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്തിന് ഇതിവിടെ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ തലമുറയ്ക്ക് സ്ക്രോളിംഗ് വിരലിട്ട് നീക്കി നോക്കാനും അതുപോലെ സ്ക്രീനിലൂടെ കാണാനും അവർ സെറ്റാണ്. ദേ ആർ ഡിജിറ്റൽ നേറ്റീവ്സ്. അവർ സെറ്റാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഹാർഡ് കോപ്പീസ് നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ സ്റ്റുഡൻസ്, ഈ പുതിയ തലമുറയിലെ ജെൻസി ആൻഡ് ആൽഫ ജെൻ സ്റ്റുഡൻസിനെ നമ്മൾ സോഫ്റ്റ് കോപ്പി, വെരി ഗുഡ് ജയശ്രീ മാം, സോഫ്റ്റ് കോപ്പിയും കൂടി, ഇല്ലെങ്കിൽ നോട്ട് ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഹാർഡ് കോപ്പി നോട്ട്സ് വ്യക്തമായിട്ട് ഇല്ലെങ്കിൽ നോട്ട്സ് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇഫ് പോസിബിൾ യു ക്യാൻ സെൻഡ് സോഫ്റ്റ് കോപ്പീസ്. നിങ്ങൾ അയച്ചില്ലെങ്കിലും അവർക്ക് കിട്ടും. ഇന്ന് റിസോഴ്സസ് ഇഷ്ടം പോലെയാണ്. പക്ഷെ അതും കൂടി നമ്മൾ അയക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു എന്ത് കിട്ടുക, ഒരു എൻട്രി കിട്ടുക. അവർ ഗവൺമെന്റ് വിൽ നോട്ട് അലോ ഇറ്റ്, നോ ഇഷ്യൂ. ഞാൻ പറഞ്ഞത് സോഫ്റ്റ് കോപ്പി അങ്ങനെ തൂക്കി അയക്കണം എന്നുള്ളതല്ല. ഞാൻ അത് മാത്രം വെച്ച് പഠിപ്പിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ഈ ലാസ്റ്റ് മൊമെന്റിൽ എക്സാം ടൈമിലൊക്കെ സ്റ്റുഡൻസ് നോട്ട്സ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് മാത്രം അവർക്കൊരു കൃത്യമായ പാത്തിൽ, നമ്മളും ഒക്കെ എക്സാം സമയത്ത് പഠിച്ച് വളർന്നു വലുതായ ആളുകളാണ്. നമ്മളും ഡേ 1 തൊട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയി നമ്മൾ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് പ്രീച്ച് ചെയ്ത് വന്ന ആളുകളൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും എക്സാമിന് കുറച്ച് മാസങ്ങൾ മുമ്പൊക്കെ നമുക്ക് ആ സ്ട്രക്ചറിങ് കറക്റ്റ് ആയിരുന്നു. എന്തൊക്കെ വേണം, എന്തൊക്കെയുണ്ട്, റിസോഴ്സസ് നമ്മൾ സെറ്റ് ചെയ്യും. ഇന്ന് നമ്മൾ അതും ഇതും ഇല്ലാതെ ആവുമ്പോൾ കുട്ടി ശരിക്കും ഒരു ട്രാക്ക് ഔട്ട് ആവും. കുട്ടി ട്രാക്ക് ഔട്ട് ആവുമ്പോഴാണ് പല ന്യൂജൻ ചാനൽസും ന്യൂജൻ യൂട്യൂബ് ചാനൽസും ന്യൂജൻ ടീച്ചേഴ്സും ഡിഗ്രി പോലും പാസ്സായിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത പുതിയ യോയോ ബ്രോസ് എന്ന് വെച്ചാൽ മക്കളെ എന്ന ശബ്ദത്തിൽ വിളിച്ച് മര്യാദയ്ക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിൽ നിന്നും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ കുട്ടികളുടെ ആ പിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ടാണ്. അതേപോലെ പുതിയ ജനറേഷനിലുള്ള സ്റ്റുഡൻസ്, അവർക്ക് their ടെക് സാവിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും ടെക്നോളജിയിൽ കോമൺ സെൻസും ഷ്രൂഡ്നെസ്സും ഉണ്ടാവും. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ടെക്നോളജിയിൽ കോമൺ സെൻസും ഷ്രൂഡ്നെസ്സും ഉള്ള കുട്ടികളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ മുന്നിൽ കോൺഫിഡന്റ് ആയിട്ട് പോയി നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം ഞാൻ ഇതിൽ അത്ര അപ്ഡേറ്റഡ് അല്ല എന്ന്. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ അവനെ ഡൊമിനേറ്റ് ചെയ്യാൻ നോക്കും. നമ്മൾ ആ കുട്ടികളെ, നമ്മുടെ ഉള്ളിലുള്ള ആ ടെക്കി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ അവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റിനും ആർഗ്യുമെന്റിനും നിന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ശരിയല്ല എന്നതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണ്, നമ്മൾ അവരെ പോലെ തന്നെ സെറ്റാണ്, നമ്മൾ അവരെ പോലെ തന്നെ എല്ലാ ടെക്നോളജി ആസ്പെക്ട്സും നമുക്കും അറിയാം എന്നുള്ള സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു ടീച്ചറും പുതിയ തലമുറ കോൺഫ്ലിക്റ്റിന് ഈ ഒരു ബേസിസിൽ പോവാൻ സാധ്യത വളരെ കുറവാണ്. ഐ ആം നോട്ട് കൺക്ലൂഡിങ്, I am sharing only my perspective. ഇതിൽ എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സും ഈ വർഷത്തെ ഞാൻ എടുക്കുന്നതും വളരെ വ്യത്യാസമായിരിക്കും. കാരണം മന്ത് ബൈ മന്ത്
week by week the student psychology, the student responses are changing. Fast growing എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അപ്പോ നമ്മള് ടീച്ചേഴ്സ് ടെക്നോളജി, അവര് ടെക് സാവി ആണെങ്കിൽ നമ്മളും ടെക് സാവി ജനറേഷൻ ആവാൻ റെഡി ആവണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രൈം പോയിന്റ്. റെഡി? ഹൗ മെനി ഓഫ് യു ആർ റെഡി? അതിനൊക്കെ നമ്മളിവിടെ സെഷൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു കണ്ടിന്യൂസ് സെഷൻസ് ഉണ്ടാവും. സീരീസ് എന്നാണ്, നിങ്ങൾ മുകളിൽ നോക്കിയാൽ ടീച്ച് ടോക്ക് സീരീസ് ആണ്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന്റെ റിസോഴ്സസ്, അതിന്റെ സെപ്പറേറ്റ് സെഷൻസ്, AI ടൂൾസ്, അതെല്ലാം നമ്മളിവിടെ സെഷൻ ആക്കി വെക്കും. ബട്ട് ഐ വാണ്ട് ടു നോ ഹൗ മെനി ഓഫ് യു ആർ റെഡി ഫോർ ദാറ്റ്. എത്ര പേര് റെഡി? ഈ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു ടീച്ചർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ അറിയാം? ഒരു ടീച്ചർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയുക എന്നുള്ളതല്ല, നന്നായിട്ട് പഠിക്കാൻ അറിയണം. നന്നായിട്ട് പഠിക്കാൻ അറിയുന്ന ആൾക്ക് മാത്രമേ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ അവസ്ഥയിൽ ടീച്ചേഴ്സിന്റെ സെൻസ് ഓർഗൻസ് നശിക്കുന്നത് വരെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഫീൽഡിൽ വൈബ് കിട്ടുള്ളൂ, റെസ്പെക്ട് കിട്ടുള്ളൂ. How many of you agree with me? Yes, yes, good, 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 good. Thank you so much. Thank you so much. Yes, here we go. നമ്മുടെ നിങ്ങളൊന്ന് ആലോചിച്ചു, എത്ര ബ്ലെസ്ഡ് പ്രൊഫഷനാണ് നമ്മുടെ ടീച്ചേഴ്സിന് മാത്രം. നോ എക്സ്പയറി ഡേറ്റ്, നോ റിട്ടയർമെന്റ്. ഗവൺമെന്റ് റിട്ടയർമെന്റ് വെച്ചിട്ടേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് സെൻസ് ഓർഗൻസ്, ഞാൻ കൈയും കാലും എന്ന് പറയണില്ല, ബെഡിൽ കിടന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റും, വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നമ്മളും ടെക് സാവി ആവണം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഡിജിറ്റൽ നേറ്റീവ്സിന്റെ ലോകത്ത് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ബിക്കം ടെക് സാവി. അതിനുള്ള സെഷൻസ് ഒക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യും. മീൻസ് ഈ സീരീസിൽ അതിനൊക്കെ ഇഷ്ടം പോലെ, ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. എല്ലാവർക്കും അതിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവും. We will assist you, we will equip you with all these technology aspects, technology parameters. ഓക്കെ, അപ്പൊ അതിൽ ക്ലിയർ ആയി. ഒരുപാട് പേര്, ഒത്തിരി പേര്, 50-ൽ കൂടുതൽ പേര് റെസ്പോണ്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആദ്യം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നവര് ഈ ഡിജിറ്റൽ യുഗത്തിലെ ഭീഷ്മാചാര്യന്മാരാണെന്ന് സമ്മതിച്ചു കൊടുക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാവും. ടീച്ചർ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് അല്ല, റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ പണ്ട് കണ്ടിട്ട് വന്ന, അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിലധികം സമൂഹത്തിൽ റെസ്പെക്ട് കിട്ടിയ പഴയകാല സിനിമകളിൽ കാണുന്ന പോലെ ഉള്ള അധ്യാപകരെ കണ്ട് നമ്മൾ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം അവരുടെ പ്ലസും അവരുടെ മൊണപ്പോളിയും അവരേതിലേക്കാണ് നമ്മളെക്കാളും സുപ്പീരിയർ ആയിട്ടുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പുതിയ തലമുറ എക്സ്പെക്ട് ചെയ്യുന്നത് പേഴ്സണലൈസ്ഡ് ആൻഡ് എൻഗേജ്ഡ് ലേണിംഗ്. ഓക്കെ, സോ ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് ദിസ്? നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത്, നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് സോഷ്യൽ ടീച്ചർ വരും, ടീച്ചർ മൊത്തം ക്ലാസ്സിന്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെയൊക്കെ 10th ഡിവിഷനിൽ ഇറ്റ് വിൽ ബി അറൗണ്ട്, ഞാൻ BMHS പഠിച്ചത്, എന്റെ സാറൊക്കെ ഉണ്ട് ഇവിടെ, ക്ലാസ് സാറ് സെൽവിൻ സാറൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. വെരി ഹാപ്പി ടു സീ സാർ. ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. താങ്ക്സ് ഫോർ ഇസാഫ്. എന്റെ ക്ലാസ് സാറായിരുന്നു ഹയർ സെക്കൻഡറിയിൽ സെൽവിൻ സാർ ചാറ്റ് ബോക്സിൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. യെസ്, ഫോർ അറ്റൻഡിങ് മൈ സെഷൻ. അതെനിക്കൊരു പ്രിവിലേജ് ആണ്. യെസ്, ഗുഡ്. അപ്പൊ ഈ 10th പഠിച്ച സമയത്ത്, ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച ഒരു കാലഘട്ടത്തിൽ ടീച്ചർ വരുന്നു, ടീച്ചർ സിലബസ് ലൈൻ ബൈ ലൈൻ ടീച്ചർ നമുക്ക് ഡെലിവർ ചെയ്യുന്നു. എല്ലാവരും, ഈ പഠിക്കുന്നവരൊക്കെ നന്നായിട്ട് നോക്കും. എക്സാക്ട്ലി, വി വർ മിയർ ലിസണേഴ്സ്. കാരണം നമ്മുടെ വീട്ടുകാര് നമ്മളോട് പറയും, പഠിപ്പിക്കുന്ന എല്ലാം പഠിച്ചോ, മിടുക്കരായിട്ട് എന്റെ കുട്ടി ഒരു വേർഡ് മിസ് ചെയ്യാതെ പഠിച്ച് വലിയ ആളായിട്ട് വേണം നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് നല്ല വീട് വെക്കാൻ, നമുക്ക് നല്ല കാറ് വാങ്ങാൻ, നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കാൻ നീ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞ മെജോറിറ്റി കേട്ടോ, എല്ലാവരും അല്ല, കുറച്ചു പേരുടെ പാരന്റ്സ് എങ്കിലും അങ്ങനെ പറഞ്ഞു കാണും. പക്ഷെ ഇന്നത്തെ തലമുറ അവരുടെ എക്കണോമിക് സ്റ്റേറ്റസോ, ഒരു പാവങ്ങളാണോ, റിച്ച് ആണോ, ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യണവരൊന്നുമല്ല. everyone need personalized learning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-to-1 ലേണിംഗ് ഒരു എക്സ്പീരിയൻസ് അല്ല ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, ഈ കുട്ടികളുള്ള ഇൻസ്റ്റയിലും അവരുടെ വാട്സപ്പിലും അവർക്ക് കിട്ടുന്ന ഡാറ്റയിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു IMU
മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് മറൈൻ എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടി പിന്നെ അവന്റെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് മറൈൻ എഞ്ചിനീയർ ആവാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്തൊക്കെ സബ്ജക്റ്റ് പഠിക്കണം? അപ്പൊ അവന് കിട്ടുകയാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മതി എന്ന് അവന് കിട്ടി. പിന്നെ ഗ്ലോബൽ ആക്സെപ്റ്റൻസിന് ഇംഗ്ലീഷും വേണം. പിന്നെ അവന്റെ ചോദ്യം, ഞാൻ എന്തിന് സോഷ്യൽ പഠിക്കണം? എനിക്കൊരു ഗോൾ ഉണ്ട്. I have decided to become a marine engineer. Then what is the purpose of studying? Then what is the purpose of rolling my head on social? What is the purpose of rolling my head on some other subjects? Say yes or no. How many of you agree with me? ജസ്റ്റ് ഫോർ മാർക്ക് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇന്ന് തലേ ദിവസം പഠിച്ചിട്ട് പോയിട്ട് എങ്ങനെയെങ്കിലും പാസ്സാവുന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോ ഒരു ടീച്ചറുടെ റോൾ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മറൈൻ കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയും എന്റെ മുന്നിലുണ്ട്. അയാൾക്ക് പോലും സോഷ്യലിന്റെ റെലവൻസ്, സോഷ്യലിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിന്റെ വാട്ട് എവർ മേ ബി ദ സബ്ജക്ട്, അതിന്റെ റെലവൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി, ഇത് പ്രീ റിക്വസിറ്റ് സാധനമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് അവരെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുക. കാരണം ഈ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഇസ് എ ഫീൽ. എല്ലാവർക്കും ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഫീലാണ്. നമ്മളൊക്കെ പണ്ട് ഒരു 10-20 പീരീഡ് ഒരു ടീച്ചറിലാണ് നമുക്ക് ഒരു നല്ല ഒരു വാവ് ഫാക്ടർ ഒക്കെ കിട്ടും. ഇന്ന് ഈ പേഴ്സണലൈസ്ഡ് ലേണിംഗ് വേണം എന്ന് പറയുന്ന സ്റ്റുഡൻസിന്റെ മുന്നിൽ ഒരു ക്ലാസ്സിൽ ഒരു 1 അവറിന്റെ സെഷൻ ആണെങ്കിൽ ഉറപ്പാണ് ഒരു 10 വാവ് ഫാക്ടർ. 10 വാവ് ഫാക്ടർ. വാവ് അടിപൊളി സംഭവം. ചാൾസ് ലോ പറയുമ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളത് പപ്പടം, ചാൾസ് പപ്പടം കമ്പനി എന്ന് ആലോചിക്കാൻ. കാരണം പപ്പടം നമ്മൾ തിളച്ച എണ്ണയിൽ ഇടുമ്പോൾ പപ്പടം അങ്ങോട്ട് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും. സോ തിളച്ച എണ്ണ എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ, പപ്പടം വലുതാവണം എന്ന് പറയുമ്പോൾ വോളിയം കൂടി. സോ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോളിയം. ഇത് ഒരു നമ്പർ. ഇതേപോലെ ഒരുപാട് വാവ് ഫാക്ടർ കൊടുക്കുമ്പോഴാണ് അവന് തന്നെ ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആവുക ക്ലാസ്സിൽ. നിമോണിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിമോണിക്സ് യൂസ് ചെയ്യാം, സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം, ഗെയിമിഫിക്കേഷൻ ഉപയോഗിക്കാം, മൾട്ടിമീഡിയ കണ്ടന്റ്സ് ഉപയോഗിക്കാം. ഇത് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ടീച്ചേഴ്സിനും, ഇന്ന് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഒട്ടുമിക്ക ടീച്ചേഴ്സിനും സംശയം ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് പല കോഴ്സസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ചിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിമുലേഷൻ ലാബ് തമിഴ്നാട്ടിലെ കുറച്ച് സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയതാണ്. അവരുടെ ഒന്നും ക്ലാസ് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അറിയാം നമുക്കിതിൽ വേണ്ട ഒന്നുമില്ല. പക്ഷെ ക്ലാസിന്റെ കൺക്ലൂഷനിൽ അവർ തന്ന കുറെ സൈറ്റുകളുണ്ട്. അത് ഇന്നും എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. കീപ് ഓൺ ലേണിംഗ്, കീപ് ഓൺ ലേണിംഗ്, കീപ് ഓൺ ലേണിംഗ്. ദെൻ ഓൺലി യു ക്യാൻ എൻഗേജ് യുവർ സ്റ്റുഡൻസ്. നമുക്ക് പഠിപ്പിച്ച ടീച്ചറെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ മാതൃക, അവര് മോശം എന്നല്ല, അവരെ മാതൃക, കാലം മാറി, മാതൃക ടീച്ചേഴ്സ് ആക്കിക്കൊണ്ട് സെയിം സിലബസ്, സെയിം ഡെലിവറി സ്റ്റൈൽ, സെയിം സ്ട്രിക്ട്നെസ്, നിങ്ങളൊരു ഒബീഡിയന്റ് ആവണം, നിങ്ങൾ എത്തിക്കൽ ആവണം, നിങ്ങളുടെ ഭയങ്കര മോറൽ വാല്യൂസ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ മുന്നിലേക്ക് പോകുമ്പോൾ എൻഗേജ്ഡ് ആവാത്ത സ്റ്റുഡന്റ് ആണ് ക്ലാസ്സിൽ റെസ്റ്റ്ലെസ് ആവുക. ക്ലാസ്സിൽ റെസ്റ്റ്ലെസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലാസ്സിന്റെ മൊത്തം റാപ്പോ നമ്മുടെ കയ്യിൽ പോകും. എന്നിട്ടും അവൻ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള പേടി കൊണ്ടായിരുന്നു. പേടി കൊണ്ടല്ല, ആ എക്സ്പീരിയൻസ്, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസിന് വേണ്ടി ഒരു കുട്ടി ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ ക്ലാസ് ഉണ്ടല്ലോ ഒരു ഗാനമേള കേൾക്കുന്നതിന് ഈക്വൽ ആവും. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത്? ഹൗ മെനി ഓഫ് യു ആർ ഗോയിങ് ടു സെക്കൻഡ് മൈ സ്റ്റേറ്റ്മെന്റ്? പ്ലീസ് റെസ്പോണ്ട്. ഇന്ന് വെറും ഇൻപുട്ടേ തരുന്നുള്ളൂ. ഇതിനുള്ള സൊല്യൂഷൻ എല്ലാം നമ്മുടെ ഇനി വരുന്ന ഫ്യൂച്ചർ സെഷൻസിൽ ഉണ്ടാവും. യെസ് യെസ് യെസ്, താങ്ക് യു. സാറേ, കുട്ടികൾ പഴയ പോലെ ഒന്നല്ല. നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ്റെ ഒരു അച്ഛനില്ലാത്ത കുട്ടിയാ. അവന്റെ പാരൻസ് 2 പേരും സെപ്പറേറ്റഡ് ആണ്. പക്ഷെ അവൻ അതിന്റെ വേദന ഒന്നുമില്ല. അവൻ പഠിക്കുന്നില്ല. അവനോട് പറഞ്ഞ് മനസ്സിലാക്കി ഫ്യൂച്ചർ വേണം, നല്ല ഭാവിയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാലും അവൻ ഇതൊന്നും അനുസരിക്കുന്നില്ല. പുതിയ തലമുറ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വിധേയമായ ആളുകളാണ്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഉദാഹരണത്തിന്, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ പാരൻസ് പറഞ്ഞിട്ടുണ്ട് കഷ്ടം ഉണ്ടാവും, പക്ഷെ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് കുറച്ച് വർഷം നമ്മൾ മുന്നോട്ട് പോയാൽ, ഒത്തിരി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നീ നിന്റെ പെയിൻ സഫർ ചെയ്യണം, ഇന്ന് നീ വേദന സഹിച്ച് മതിയാവൂ എന്ന് പറഞ്ഞ കാലം മാറിയിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ,
തലേന്ന് എക്സാം അനൗൺസ് ചെയ്തിട്ട് നാളെയാണ് നിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഹാപ്പി, ദേ വിൽ വർക്ക് ഫോർ ദാറ്റ്. പഠിച്ചു ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് നീ നന്നാവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരും ജനറലൈസ് ചെയ്യല്ല, വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി, അതായത് നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന നല്ല നാളുകളെ കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ എൻജോയ്മെന്റും എന്റർടൈൻമെന്റും മാറ്റി വെച്ചിരുന്ന തലമുറ മാറി എന്നർത്ഥം. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സൊമാറ്റോ, സ്വിഗ്ഗി നമ്മുടെ കാലത്തില്ല. നമ്മൾ ക്യൂ നിന്ന് വഴക്ക് കൂടി അടിയുണ്ടാക്കി ടിക്കറ്റ് എടുത്ത കാലം മാറി. മേക്ക് മൈ ട്രിപ്പ്, ബുക്ക് മൈ ഷോ. സോ ലൈഫ് തന്നെ മൊത്തത്തിൽ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാളോട് 20 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ആവും, ഇപ്പൊ കഷ്ടപ്പെടുന്നു പറഞ്ഞാൽ അത് ചെലവാകുമോ? നോ, നോ വേ അറ്റ് ഓൾ. പഠിച്ചില്ലെങ്കിൽ പോലും ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവന്റെ മുന്നിലേക്ക് പലവിധ വിദ്യകളുമായിട്ട് ടീച്ചേഴ്സിനേക്കാളും വലിയ തലതൊട്ടപ്പന്മാര് മുന്നിൽ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൂടി വെറൈറ്റിയെ ചിന്തിച്ച് അവന്റെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഒരു സ്റ്റുഡന്റിന്റെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇംഗ്ലീഷ് ടീച്ചറെ എടുത്ത് നോക്ക്, കാലം വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നൗ യു ഹാവ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ നിനക്ക് എന്ത് റെസിപ്പി ഉണ്ടെങ്കിലും നിനക്ക് പുറത്ത് നിന്നെ സെയിൽ ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഓണ്ടർപ്രണർ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അവന് വേഗം സന്തോഷമാവും. നിനക്ക് നല്ലൊരു വ്ളോഗർ ആവണമെങ്കിൽ നിന്റെ ആക്സെന്റ് നന്നായിരിക്കണം. നന്നായിട്ട് ഇപ്പോ ഈ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള നമുക്കൊരു ഓണ്ടർപ്രണർ ആവണമെങ്കിൽ, അവിടെയൊക്കെ നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കണമെങ്കിൽ യു ഷുഡ് ലേൺ ഇംഗ്ലീഷ്. കുഴപ്പമില്ല, അപ്പൊ ഞാൻ റെഡിയാ. കാരണം എന്റെ കാര്യം നടക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ നിങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന, ഡെലിവർ ചെയ്യാൻ കൊണ്ടുവരുന്ന സാധനം, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ ടു റീച്ച് മൈ ഗോൾസ്, ടു റീച്ച് മൈ ഡ്രീംസ്, ടു റീച്ച് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ടീച്ചേഴ്സ് ആർ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. എക്സാക്ട്. അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ടിൽ നൗ ഇറ്റ് ഈസ് ഗുഡ്. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷൻ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് ഒന്നിച്ച് കൺക്ലൂഡ് ചെയ്ത് ഒരുമിച്ച് നമുക്ക് പോവാം. ഇത്രയും സെറ്റാണ്, ഓക്കെ ആണ്. നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു 90% ഒക്കെ റിയലിസ്റ്റിക് ആണ് എന്ന് ശ്രീജിത്ത് പറയുന്ന 90% കാര്യങ്ങളും ഓൾമോസ്റ്റ് ഓക്കെ ആണ്. കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അങ്ങനെ ആവണമല്ലോ. കുറച്ച് ടീച്ചേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ രസമുള്ളൂ. അപ്പോഴല്ലേ പണ്ട് ഇങ്ങനെയും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവും. എക്സാക്ട്. Here we go. Yes. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കേട്ടിട്ടില്ല. ഓണ്ടർപ്രണർഷിപ്പിന് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നുള്ള പറഞ്ഞ കാലം മാറിയിട്ട് ഇപ്പോ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന ഓണ്ടർപ്രണർഷിപ്പിന് ബിസിനസ്സുകാരനാവണം എന്ന് പറയണ പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത്? പ്രൊഫഷണൽസിന് അപ്പുറം ഓണ്ടർപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്പ്, ആ ലെവലിൽ ചിന്തിക്കുന്ന കുട്ടികൾ വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളത് എത്ര പേര് സമ്മതിക്കും? യെസ്. കൊളാബറേറ്റീവ് ലേണിംഗും പ്രോജക്ട് ബേസ്ഡ് ലേണിംഗിലുമാണ് കുട്ടികളെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെയ്യുമ്പോഴാണ് അവര് നന്നായിട്ട്, അതും അവര് ടീം വർക്കിന് എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്ന്, ഇന്ന് മോഹൻലാൽ, മമ്മൂട്ടി, ഷാറുഖ് ഖാൻ, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, രജനികാന്ത്, വിജയ്, അജിത്ത്, സൂര്യ, ഇവരെക്കാളും ഒക്കെ ഫാൻ ബേസ് ഒരു കൊറിയൻ ട്രൂപ്പിനുണ്ട്, BTS ആർമി എന്ന് പറഞ്ഞിട്ട്. ഹൗ മെനി ഓഫ് യു നോ ദാറ്റ്? എസ്പെഷ്യലി മലയാളി സ്റ്റുഡൻസ്. ഗ്ലോബൽ ആയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു BTS എന്ന് പറയുന്ന ഗ്രൂപ്പ് എത്ര പേർക്ക് അറിയാം? എത്ര ടീച്ചേഴ്സിന് അറിയാം? സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്റ്റുഡൻസ്. ഗേൾസ് ആർ ബിഹൈൻഡ്. വെരി ഗുഡ്. എക്സാക്ട്ലി. വെൽ സെറ്റ്. 60% of our new gen students are fans of this so-called BTS army. ഒരു കൊറിയൻ മ്യൂസിക് ട്രൂപ്പിന് ഇത്രമാത്രം ആരാധകരെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റൂല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള അതാ, they are ready to learn Korean. Yes, exactly. My daughters also. Yes, exactly.
എക്സാക്ട്ലി. സോ അത് കാണണ പെർസീവ് ചെയ്യണ ഒരു കുട്ടിക്ക് അതൊരു ടീമാണ്, 7-8 പേരുടെ ഒരു ടീമാണ്. ദേ ആർ പെർഫോമിംഗ് ഫോർ എ നോബിൾ കോസ്. ശ്രദ്ധിച്ചാൽ അറിയാം, they are showing our students instant gratification. സംഭവങ്ങൾ ചെയ്യണു, വൃത്തിക്ക് ചെയ്യണു, മ്യൂസിക്, ബാൻഡ്, ചാരിറ്റി എല്ലാം ചെയ്ത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊടുക്കണം അവർക്ക്. ദേ ആർ ഹാപ്പി. അവർ ടീമായിട്ടാണ് ചെയ്യണത്. സോ അതാണ് ആർമി, BTS ആർമി. സോ നമ്മളും ടീം വർക്കില് നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാം എന്നുള്ള ഒരു കൊളാബറേറ്റീവ് അല്ലെങ്കിൽ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗിലേക്ക് കുട്ടികളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഇൻജെക്ട് ചെയ്ത് കയറി പോവാണ് അല്ലേ? യെസ് ഓഫ് കോഴ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ഈ ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളുടെ മുന്നിലേക്ക് പോയിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ പഠിച്ച കാലമല്ല ഇപ്പോ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക്, ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്തെങ്കിലും നെയിം റിയാക്ഷൻസ്, ഈ ടോപ്പിക്സിനെല്ലാം ദേ ആർ ഹാവിങ് സോ മെനി റിസോഴ്സസ് ബിഫോർ ദം. Then why should they depend on you? That is a major question that you should ask yourself. ഒരു നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ നമ്മൾ ഡെലിവർ ചെയ്യുന്ന ടോപ്പിക് ടീച്ചർ ആയ എന്നെ കൂടാതെ തന്നെ അയാൾക്ക് കിട്ടാനുള്ള ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ടായിരിക്കെ അവൻ എന്തിന് എന്റെ ഫാൻ ആവണം? അവൾ എന്തിന് എന്നെ റെസ്പെക്ട് ചെയ്യണം? Does it make sense, my dear teachers? Does it make sense? ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് അല്ലേ? എക്സാം തലേന്ന് രാത്രി 11:30 മണി മുതൽ 1:30 മണി വരെ നട്ടപ്പാതിരാക്കി എനിക്ക് പിറ്റേ ദിവസത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഷെയർ ചെയ്യാൻ ആളുകളുള്ള ഈ കാലത്ത് നിങ്ങൾ എന്ത് ഡിഫറൻസ് ആണ് എനിക്ക് ചെയ്യാൻ പോകുന്നത്? യെസ്, വലിയൊരു ക്വസ്റ്റ്യനാണ്. തമാശ രൂപത്തിൽ ഞാൻ പറയാറുണ്ട്, പണ്ട് നമ്മളൊക്കെ ഈ വെഡിങ് റിസപ്ഷന് ഞാൻ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് അപ് ടു മൈ 9th or 10th സ്റ്റാൻഡേർഡ് ഈ റിസപ്ഷൻ കേരളത്തിൽ, പ്രത്യേകിച്ച് പാലക്കാട് പോലൊരു ജില്ലയിൽ റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഡുവോ ജിലേബിയോ ഉണ്ടാവും, ഒരു റോബസ്റ്റോ പഴം ഉണ്ടാവും, മിക്സ്ചർ സംതിങ്, ചിപ്സ് സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു 3 to 4 ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ ആ ഐറ്റംസ് ആണെന്ന് എല്ലാവർക്കും മുന്നകൂട്ടി അറിയും. നമ്മളത് മുഴുവൻ കാലിയാക്കി തന്ന പേപ്പർ പ്ലേറ്റ് ഫോൾഡ് ചെയ്ത് കളഞ്ഞിട്ടേ നമ്മൾ വരുള്ളൂ. തന്നതെല്ലാം നമ്മൾ കഴിക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബഫേ. പ്ലേറ്റ് ചെറുതാണ്, 50 ഐറ്റംസ് ഉണ്ട് അവിടെ. സോ എന്റെ പ്ലേറ്റ് ചെറുതായത് കൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്യും എനിക്ക് എന്തൊക്കെ വേണമെന്ന്. ആ വേണ്ട സാധനത്തിന്റെ ലിസ്റ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിലൂടെ, നിങ്ങളുടെ അട്രാക്ഷനിലൂടെ, നിങ്ങളുടെ ക്വാളിറ്റിയിലൂടെ, ഇഫ് യു കുഡ് അട്രാക്ട് മീ, ഐ വിൽ ബി ഓൺ യുവർ പ്ലേറ്റ്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? Does it make sense? Teachers, does it make sense? Yes. Thank you. ഈ ഡിഫറൻസ് നമ്മൾ അറിയണം. എന്റെ സബ്ജക്റ്റിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, പക്ഷെ നല്ല വ്ളോഗറാണ്, അവന് നിറയെ ഫാൻസ് ഉണ്ട്, അവൻ നന്നായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈവൻ അടുത്ത സ്റ്റേറ്റിലുള്ള കുട്ടികൾ പോലും അവന് ഫാൻസ് ഉണ്ടെങ്കിൽ അവന്റെ തോളിലൊന്ന് കയറ്റിട്ട് നിന്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ. യുഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ ഈസി ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ഇംഗ്ലീഷ് ആക്സെന്റ്, ഇംഗ്ലീഷ് വൊക്കാബുലറി, നമ്മുടെ ഗ്രൂമിങ്, നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ മാറ്റിയിട്ട് നിനക്ക് കുറച്ചും കൂടി ഫാൻസിന് ഉണ്ടാക്കാൻ പറ്റും, നിനക്ക് കുറച്ചുകൂടി പോപ്പുലാരിറ്റി കിട്ടുമെന്ന് ഒരു മാത്സ് ടീച്ചർ പറയുന്നിടത്താണ് ആ ടീച്ചറുടെ വിജയം. ഇതൊരിക്കലും ഒരു യൂട്യൂബ് ചാനലില് ക്ലാസ് എടുക്കാൻ വരുന്ന സർക്കസ് കാണിക്കുന്ന ഹലോ മക്കളേക്ക് പറ്റില്ല, പക്ഷെ ക്ലാസ്സിൽ കയറുന്ന ടീച്ചർക്ക് സാധിക്കും. എന്റെ സബ്ജക്റ്റാണ് ഈ ലോകത്ത് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ധാരണ നമ്മൾ മറന്നു പോകരുത്. ആ ഒരു ചിന്ത നമ്മൾ മറന്നു പോകരുത്. യൂട്യൂബ് ചാനലുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റയിലും മറ്റു സോഷ്യൽ പ്ലാറ്റ്ഫോംസിലും അവന് കൊടുക്കാൻ സാധിക്കാത്ത ഡോപ്പമിൻ ഒരു ടീച്ചർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ദേ ഉള്ളം കയ്യിലിരിക്കും പുതിയ തലമുറ. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത്?
അപ്പാർട്ട് ഫ്രം മാത്സ്. ഇതെല്ലാം എനിക്കറിയാം. മാത്സിനൊക്കെ വേറെ ടീച്ചറെക്കാൾ നന്നായി എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. കെമിസ്ട്രി നിങ്ങളെക്കാളും നന്നായി എടുക്കുന്ന ടീച്ചേഴ്സിനെ എനിക്കറിയാം. ഇതാ ഞാൻ കാണിച്ചു തരാം. ഗ്ലോബൽ ലെവലിൽ ഇത് കണ്ടോ, നിങ്ങൾ എടുത്ത ടോപ്പിക്കാ, നിങ്ങൾ എടുത്തതിനേക്കാളും നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇതിലല്ലാത്ത, ഇവന് തരാൻ പറ്റാത്ത എന്ത് നിങ്ങൾക്ക് തരാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ അപ്സും ഡിപ്സും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അയാളുടെ ജീവിതത്തിലേക്ക്, ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ ഒരൊറ്റ ദിവസം കൊടുത്താൽ മതി. പിറ്റേ ദിവസം തൊട്ട് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മാറും. പിന്നെ അവൻ സബ്ജക്റ്റും കൊണ്ട് വരും, അയാൾ ചോദിച്ചു വരും ഓരോ സംഭവം. നമ്മൾ നാളെ പറയാം എന്ന് കുറച്ച് തിരക്കിലാണെന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? ഹലോ ടീച്ചേഴ്സ്? യെസ്. ഇതെല്ലാം നമ്മൾ ഓരോ മോഡ്യൂൾ ആയിട്ട് എടുക്കും. ഇതെല്ലാം നമ്മൾ ഓരോ മോഡ്യൂൾ ആയിട്ട് കട്ട് ചെയ്ത് ഇതൊരു ലോങ് ടേം സീരീസ് ആയിട്ട് ഒരു 6 months ഒക്കെ ആകുമ്പോഴാണ് നമ്മളിത് സെറ്റ് ആവുക. പക്ഷെ നമ്മുടെ ഒരു ഐ ഓപ്പണിംഗ് സെഷൻ എന്നുള്ള ലെവലിലാണ് ഇന്നത്തെ സ്റ്റാർട്ടിംഗ് സെഷൻ. ദർ ഈസ് സം ഗ്യാപ്പ്. Also, there are some problems and there will be solutions for the problems. We are here to address those problems and to help you and to equip you with solutions. Yes, Elsa ma'am, thank you. Elsa ma'am, Smita teacher, thank you. Srija ma'am, thank you. Yes. ഞാൻ അപ്പോഴേ പറഞ്ഞൊരു പോയിന്റ് വീണ്ടും ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. പണ്ടൊക്കെ സ്റ്റാഫ് റൂമിലായിരുന്നു യുദ്ധം, വാർ. എനിക്കാണോ കൂടുതൽ ഫാൻസ്, എന്റെ ക്ലാസ്സിനാണോ കൂടുതൽ ഫാൻസ്, ഫിസിക്സിനാണോ കൂടുതൽ ഫാൻസ്, എന്നെ കാണുമ്പോഴാണോ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം, എനിക്കാണോ ആ ക്ലാസ്സിൽ കൂടുതൽ ഗ്രിപ്പ് എന്നൊക്കെ നമ്മൾ സ്റ്റാഫ് റൂമിനകത്ത് കോമ്പറ്റീഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മളെല്ലാവരും തുല്യ ദുഃഖിതരാണ്. നമ്മളിപ്പോ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തോ എന്നറിയാത്ത, നമ്മളൊക്കെ PSC എഴുതി കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ പാസ് ചെയ്ത് ഇന്റർവ്യൂ ക്രോസ് ചെയ്ത് കഷ്ടപ്പെട്ട് നോളജ് ഉണ്ടാക്കി എല്ലാ മേഖലകളും കടന്ന് നമ്മൾ എലിജിബിൾ ആണ് എന്ന് കാണിച്ച് ടീച്ചറായ ആളുകളാണ് നമ്മൾ. ഒരു ഡിഗ്രി പാസ്സായിട്ടോന്ന് പോലും അറിയാതെ ടീഷർട്ട് ഇട്ട് എടാ മക്കളേന്ന് വിളിച്ച് മുന്നിലേക്ക് വന്ന് ഈ പറയുന്ന സോ കോൾഡ് യങ് ജനറേഷൻ, സോ കോൾഡ് ന്യൂ ജെൻ യോയോ ടീച്ചേഴ്സ് ആണ് ഇന്ന് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ്. നമുക്ക് ഇന്ന് കോമ്പറ്റീഷൻ സ്റ്റാഫ് റൂമിന്റെ അകത്തല്ല. വി ആർ ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത്, ഓർ നൗ വി ആർ കോമ്പീറ്റിംഗ്, ഓൾറെഡി വി ആർ കോമ്പീറ്റിംഗ് വിത്ത് EdTech companies. Say yes or no? How many of you agree with me? അവൻ ഇന്ററാക്റ്റീവ് പാനലിലും ടെക്നോളജി ഉപയോഗിച്ച് അവൻ ക്ലാസ് എടുക്കും. നമ്മൾ ഇപ്പോഴും നമ്മുടെ കൺവെൻഷണൽ സിസ്റ്റം വെച്ചിരിക്കുമ്പോൾ ഇന്നലെ രാത്രി മറ്റേ ക്ലാസ് കണ്ട് വരുന്നവന്റെ മുന്നില് ചോക്കും കൊണ്ട് കയറുന്നവന്റെ ഒരു ദയനീയ അവസ്ഥ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ചോക്ക് കൊണ്ട് പോകുമ്പോഴും മറ്റേ ആൾക്ക് കൊടുക്കാൻ പറ്റാത്ത എന്തോ എനിക്ക് കൊടുക്കാൻ സാധിക്കണം. അവിടെ എന്താ വ്യത്യാസം അറിയോ? എന്താ ഡിഫറൻസ് അറിയോ? അവൻ 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ അവന് ബുദ്ധിയുണ്ടോ ബോധമുണ്ടോ എന്നുള്ള വിഷയമല്ല. ഇഷ്ടം പോലെ പ്രിപ്പയർ ചെയ്തിട്ട് അവന്റെ ക്ലാസ് 1 മണിക്കൂർ ആണെങ്കിൽ ആ 1 മണിക്കൂറില് 50 or 60 വാവ് ഫാക്ടേഴ്സ് ഉണ്ടാവും, സ്റ്റോറീസ് ഉണ്ടാവും, കണക്ട് ചെയ്യാനുള്ള നിമോണിക്സ് ഉണ്ടാവും. നമ്മൾ ഇപ്പോഴും ഐ ആം എ ഗുഡ് ടീച്ചർ, ഐ ആം എ മോഡസ്റ്റ് ടീച്ചർ, ഐ ആം എ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിച്ച് ഞാനാണ് ശരി എന്ന് പറഞ്ഞ് നടന്നാൽ മുട്ടി നിൽക്കാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് കോമ്പീറ്റ് വിത്ത് യുവർ മേജർ റിവ്യൂ EdTech കമ്പനി ടീച്ചർ or സ്റ്റാഫ്, സോ കോൾഡ് സ്റ്റാഫ്. നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. കാരണം ഇന്നലെ രാത്രി മറ്റവന്റെ ക്ലാസ് കണ്ടുവന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെ കുട്ടി അവനെ വെല്ലണ ഒരു സാധനം വജ്രായുധം കൊണ്ട് വേണം ഞാൻ ക്ലാസ്സിലേക്ക് പോവാൻ. അപ്പൊ ഈ ഗ്യാപ്പ് മാറും, ഈ ഗ്രിപ്പ് നമുക്ക് കിട്ടും. ഈ റിയൽ ലൈഫ് സിറ്റുവേഷൻ, നിഷ മാഡം പറഞ്ഞത് കറക്റ്റാ. റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് അവനാരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, അവനെ ടോപ്പിക്കും വെച്ച് പ്രിപ്പയർ ചെയ്യും, മനസ്സിൽ കൈവച്ച് പറയും. എത്ര എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ഇവിടെ ഇരിക്കുന്ന, എനിക്ക് 23 വർഷം എക്സ്പീരിയൻസ് ആയി ടീച്ചിങ്. ഞാൻ എന്റെ 16ാമത്തെ വയസ്സിൽ ജൂനിയേഴ്സിന് ക്ലാസ് എടുത്ത് തുടങ്ങിയതാ. 16ാമത്തെ വയസ്സിൽ. ആ 23 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു, നമ്മൾ എക്സ്പീരിയൻസ് കൂടും തോറും, ഞാൻ പറഞ്ഞല്ലോ, ടീച്ചേഴ്സ് ഷുഡ് ബി ഗുഡ് ലേണേഴ്സ്. പഠിക്കാൻ റെഡിയാവണവർക്ക് പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ കുട്ടികൾ മാറി, കാലഘട്ടം മാറി, AI മാറില്ല, AI ടെക്നോളജി ഒന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പോകില്ല. To be frank, let me tell you, I have completed, ഞാനിപ്പോൾ ആ ഫോൾഡർ ഞാൻ എന്റെ റൂമിൽ നോക്കുന്നുണ്ട്, സ്റ്റുഡിയോയില്
ഞാനത് ഇനിയൊരു സെഷനിൽ ഞാൻ എല്ലാം കാണിച്ചു തരാം. എന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിച്ചു തരാം. ഞാൻ എത്ര സെഷൻ ചെയ്തു, എത്ര ലക്ഷം മുടക്കിയെന്ന് ഞാൻ ഐ ആം റെഡി ടു ഷോ യു. പഠിക്കാതെ നമ്മുടെ നമ്മൾ മൂർച്ച കൂട്ടാതെ ഒരു രക്ഷയില്ല. ടെക്നോളജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ഔട്ടാവുന്നതിൽ സംശയമില്ല. നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു പ്രൈഡ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിനുള്ള ഫാൻ ബേസ് ഈ ലോകത്ത് ഏത് സെലിബ്രിറ്റിക്ക് കിട്ടും? ടീച്ചേഴ്സ് ആർ സെലിബ്രിറ്റീസ്. ടീച്ചേഴ്സ് ആർ സെലിബ്രിറ്റീസ്. ഏതൊരു നടനോ നടിയോ ആയിക്കോട്ടെ, 2 സിനിമ തോറ്റ അവൻ തീർന്നു. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ഗ്രൂപ്പ് ഉണ്ട്. അവര് മരിക്കുന്നത് വരെ ഏത് ദൂരത്തുനിന്ന് കണ്ടാലും അതാടാ മറ്റേ ടീച്ചർ എന്നെ പഠിപ്പിച്ചു, ഓ ടീച്ചർ വേറെ ലെവലാ. ഇത് ഏത് നടനാ കിട്ടുക, ഏത് നായകനാ കിട്ടുക, ഏത് നായികയ്ക്കാ ഇത് കിട്ടുക? ദിസ് സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ദൈവം കനിഞ്ഞു തന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നിന്റെ പേര് നമ്മൾ കൊടുക്കാൻ പാടുമോ? വിട്ടുകൊടുക്കാവോ? വിട്ടുകൊടുക്കാൻ പാടുമോ? പിന്നെ എനിക്ക് ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ പഠിക്കും, ഞാൻ അപ്ഡേറ്റഡ് ആവും, ഞാൻ റെഡിയാ. എന്ത് പെയിനും. കാരണം ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്കല്ലേ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാത്തതുള്ളൂ. എനിക്കിപ്പോഴും ഞാൻ പഴയ ജനറേഷനിലെ ആളാണ്. ഞാൻ ആസ് എ ടീച്ചർ ഐ ബിലോങ് ടു ഓൾഡ് ജനറേഷൻ ആൻഡ് ഐ ആം ഹാവിംഗ് പെർസീവറൻസ്. എനിക്ക് സഹനശക്തി ഉണ്ട്, ഞാൻ റെഡിയാണ്. എനിക്കറിയാം 2, 3, 4, 5, 6 മാസം ഞാൻ എഫേർട്ട് ഇട്ട് ടെക്നോളജിയിൽ ഞാനും അപ്ലിഫ്റ്റ് ചെയ്ത് എന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയ 8 കമ്പനീസിലെ സോ കോൾഡ് ഇന്നലെ വന്ന ആ കൂണുകളെ തോപ്പിക്കാൻ ഞാൻ വരും. കാരണം എനിക്ക് അവരെ പോലെ അവൻ എളുപ്പമാണ്. അവർക്കുള്ള ഇത്തിരി സാധനം പഠിക്കാൻ എനിക്ക് എളുപ്പമാണ്. എന്റെ പോലെ ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന ലെവലിൽ അവർക്ക് എത്താൻ എളുപ്പമല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. Does it make sense? Does it make sense, my dear teachers? Hello? Yes. Good. നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാന്ന്, നമുക്ക് പൊളിക്കാന്ന്. യെസ് യെസ് ഗുഡ്. ഞാൻ അപ്പോഴേ പറഞ്ഞ ഒരു പോയിന്റ് ഒന്നുകൂടി ഞാൻ കോട്ട് ചെയ്യാണ്. ഈ പുതിയ ജനറേഷൻ സ്റ്റുഡൻസിന് അറ്റൻഷൻ സ്പാൻ കുറവാണ്. അതുകൊണ്ടാണ് പല ക്ലാസ്സുകളും നമ്മുടെ കയ്യിൽ നിന്ന് പോണത്. നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ് എന്ന് മനസ്സിലാക്കുന്ന ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഒരു 10 നമ്പറെങ്കിലും കൊണ്ടേ പോകാവൂ. 10 നമ്പറെങ്കിലും കൊണ്ടുപോകണം. ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും വാവ് ദിസ് സീംസ് ടു ബി ഡിഫറെന്റ്. ഓ അതിലെന്തോ കൊള്ളാലേ, ആ ഐഡിയ കൊള്ളാലേ, യെസ് ഈ സ്റ്റോറി കൊള്ളാലേ. അതിന് ഏറ്റവും ബെസ്റ്റ് ഫൺ എലമെന്റ് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഫൺ എലമെന്റ് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അറ്റൻഷൻ സ്പാന് കുറവായത് കൊണ്ടാണല്ലോ പണ്ട് വാട്സപ്പ് സ്റ്റേറ്റസിൽ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ 1 മിനിറ്റ് ആക്കി, പിന്നെ 30 സെക്കൻഡ് ആക്കി. ഇപ്പൊ ഫേസ്ബുക്ക് ഔട്ടായി. ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ നിൽക്കാൻ കാരണം ഇൻസ്റ്റയില് ഒരു 30 സെക്കൻഡ് 1 മിനിറ്റിന് കൂടുതൽ ഒരു റീലും ഇല്ല. അതുകൊണ്ടാണ് റീൽസിന്റെ കാലമായി. അവൻ അറ്റൻഷൻ സ്പാന് കുറഞ്ഞത് കൊണ്ടല്ലേ അതിലേക്ക് അവന്റെ ടേസ്റ്റ് പോകുന്നത്. അപ്പോ ഓരോ 2, 3 മിനിറ്റ് കൂടുമ്പോഴും ഈ പുട്ടിന്റെ ഇടയിൽ നാളികേരം ഇടുന്നത് പോലെ, തേങ്ങ ഇടുന്നത് പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കും കൊണ്ട് വേണം നമ്മൾ പോവാൻ. യെസ്, അറ്റൻഷൻ സ്പാന് കുറഞ്ഞ ആളെ അവിടെ പിടിച്ചിരുത്താൻ നമ്മുടെ കയ്യിൽ BTSകാർക്ക് പറ്റുന്നുണ്ടല്ലോ. BTS ആർമി കൊറിയയിലുള്ള ഭാഷ അറിയാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് നമ്മുടെ മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ യുവാക്കളെ അവന്റെ വിരൽത്തുമ്പത്ത് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും അടിപൊളിയാ നമുക്ക് പറ്റണ്ടേ? എന്തോന്ന് സാഹചര്യം? Don't blame situations. If possible, change yourself. Change yourself. സിറ്റുവേഷൻ ഒന്നും മാറാൻ പോകില്ല. സിറ്റുവേഷൻ മാറുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പെരിഷാവും. പണ്ട് മോട്ടിവേഷൻ ട്രെയിനേഴ്സ് ഒന്നുമില്ല. ടീച്ചേഴ്സ് ആർ മോട്ടിവേഷൻ ട്രെയിനേഴ്സ്. Now what is the scenario? ഒരു ടീച്ചറേക്കാൾ മുകളിലേക്ക് ഏത് മോട്ടിവേഷൻ ട്രെയിനർക്കാ വളരാൻ പറ്റുക? ഏതാൾക്കാ മെന്ററാവാൻ പറ്റുക? പറ്റുമോ? നമ്മുടെ കയ്യിലല്ലേ കിടക്കുന്നേ ദൈവം തന്നിരിക്കുന്ന എല്ലാ ആയുധവും. നമ്മുടെ കയ്യിലല്ലേ കിടക്കുന്നേ. നമ്മൾ പൊളിക്കുന്ന നമ്മൾ തന്നെ സെലിബ്രിറ്റി. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ ടീച്ചറും മനസ്സിലാക്കണം, ഞാൻ മിനി സെലിബ്രിറ്റിയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഓൾറെഡി ഐ ആം എ മിനിമം ഓഫ് എ മിനി സെലിബ്രിറ്റി അല്ലേ? നമ്മളൊരു മിനി സെലിബ്രിറ്റിയാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. യെസ്. So here are a few points for our conclusion, my dear teachers. Here are some of the strategies. ഇതൊന്നല്ല കേട്ടോ,
ശരിക്കും ഒരു 2-3 ഫുൾ ഡേ വർക്ക്ഷോപ്പ് പോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സാധനത്തിന്റെയൊക്കെ കറക്റ്റ് കേസ് സ്റ്റഡി വെച്ച് പറയാൻ പറ്റുക. ഇവിടെ നമുക്ക് വളരെ ടൈമിന് ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ ഈ മെസ്സേജ് കൺവേ ആവണം. ഈ 100 പേര് ഉണ്ടായിരുന്ന സെഷനിൽ 96 പേരും ഈ 1 മണിക്കൂറും 10 മിനിറ്റിന് ശേഷം ഉണ്ടെങ്കിൽ ഇതിൽ പലരും പോയിട്ടുണ്ടെങ്കിൽ അവർ നെറ്റ് കഴിഞ്ഞിട്ടായിരിക്കും, ഇന്റർനെറ്റ് അവരുടെ വാലിഡിറ്റി കഴിഞ്ഞിട്ടായിരിക്കും. 96 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇസാഫ് ഫൗണ്ടേഷൻ ടീം, ജേക്കബ് സാമുവൽ സാർ, മറീന മാഡം, വിൻ വിൽസൺ സാർ, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അതിൽ സംശയമില്ല. You are in right track. May God bless you all. May God bless you, your authorities, all the authorities. Because why? Because out of 100 participants, even after 1 hour and 10 minutes, if 96 are here, because you have touched a real problem and you are here with a real solution, may God bless you all. Here is our last slide. Personalized learning കൊടുക്കണം, ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഞാനത് ഇനി ഒരു സെഷനിൽ AI ടൂൾസ് പറഞ്ഞുതരാം, ക്വിസസ് നടത്താം, പസിൽസ് നടത്താം, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇതിനൊക്കെ ഇഷ്ടം പോലെ ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ഫ്രീ സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ആർ there with me. I am ready to share with you, my dear teachers. നമ്മൾ പൊളിക്കും. യെസ് ഈ ആസ്പെക്റ്റ് ഒക്കെ ചെയ്യാനുള്ള ടൂൾസ് എല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുത്തോട്ടെ. മറീന മാം, വിൻ വിൽസൺ സാർ, ടൈം റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇല്ല 5 മിനിറ്റ്. കാരണം സ്ലൈഡ് അല്ലാതെ ടീച്ചർ അല്ലേ, സ്ലൈഡ് ഇല്ലാതെ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി പറയുമ്പോൾ ഒരു രസമുള്ളൂ. ദാറ്റ്സ് വൈ. റെഡി? Okay. Yes, here we are going to conclude, my dear teachers. Now, can anyone define what is teaching? What is teaching? Can anyone define what is teaching? Our job, our profession? Can anyone? A short definition regarding teaching. ഞാനിത് മറന്നു പോകാതിരിക്കാൻ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, നോക്കി. യെസ് അത് എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വൃത്തിയായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ? കാണാം. അല്ല, കാണാം, പക്ഷെ വൃത്തിയായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? വായിക്കാം. ചിലപ്പോ എന്താ വെച്ചാൽ മിററിംഗ് ആയിരിക്കും, റിവേഴ്സ് സൈഡിൽ കാണാം. അല്ല, മിററിംഗ് അല്ല. അല്ലല്ലോ. ഓക്കെ, ഗ്രേറ്റ്. യെസ്, ഇറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് ഒപ്റ്റിമിസം. എന്റെ പൊന്ന അധ്യാപകരെ, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു പവിത്രത എന്താ അറിയാം? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് സർവേശ്വരൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്താ കാരണം അറിയാം? വി ആർ ഡൂയിങ് എ കൺസ്ട്രക്റ്റീവ് ജോബ്, നോട്ട് എ ഡിസ്ട്രക്റ്റീവ് ജോബ്. Shoot the new gen. Yes, exactly, sir. You are right. അതിനൊക്കെ നമുക്ക് ഓരോ സെഷൻ വെക്കാം. അതിനെല്ലാം സ്റ്റോക്ക് കയ്യിലുണ്ട്. ഒരു ലോഡ് കണ്ടന്റ് എന്റെ കയ്യിലുണ്ട്. If you are ready, I am ready to share all these with my dear teachers, future builders. Yes. So here we go. Teaching ആണ് ഗ്രേറ്റസ്റ്റ് ആർട്ട് ഓഫ് ഒപ്റ്റിമിസം. ശുഭാപ്തി വിശ്വാസം, എല്ലാം ശരിയാകും എന്ന ചിന്തയിൽ പോകേണ്ട ഏക പ്രൊഫഷനാണ് ടീച്ചിങ്. നമ്മളാണ് പറയണത് പുതിയ തലമുറ രക്ഷപ്പെടില്ല, കാലം നശിച്ചുവെന്ന്. So what is your opinion and what is the statement from you teachers today? ഇന്ന് നിങ്ങൾ എന്ത് സ്റ്റേറ്റ്മെന്റാ പറയുന്നത്? How many of you are optimistic teachers here onwards? ഇന്നത്തെ ഇസാ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഇന്നത്തെ ടീച്ചർ ടീച്ച് ടോക്ക് സീരീസിന് ശേഷം I am back into track with my optimism. I am an optimistic teacher. Why? Because I know that hereafter I know that teaching is a greatest act of optimism. നമ്മൾ ശുഭാപ്തി വിശ്വാസം കൈവച്ച് നടക്കേണ്ട ആളുകളാ, എല്ലാവരും നന്നാക്കേണ്ട ആളുകളാ. നന്നാവില്ല എന്ന് പറയാനുള്ള പ്രിവിലേജ് നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. That is our duty. Yes, here we go. എല്ലാവരും നമുക്ക് 2 ടൈപ്പ് ടീച്ചേഴ്സിനെ കാണാൻ സാധിക്കാം. ഒരു കൂട്ടം ടീച്ചേഴ്സ് പാവങ്ങള്, സ്കൂൾ മാനേജ്മെന്റ് പറയുന്ന റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ കുട്ടികളുടെ ബാക്കിൽ നടന്ന് പുഷ് ചെയ്യുകയും ആ റൂൾസ് എല്ലാം ഒബേ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ദൈവങ്ങളുണ്ട്, സ്ട്രിക്റ്റ് ടീച്ചേഴ്സ്. ഇത് നമ്മുടെ യോയോ.
മാനേജ്മെന്റ് ഇട്ടിരിക്കുന്ന റൂൾസ് എന്നെല്ലാം കുട്ടികളെ രക്ഷപ്പെടുത്തി ചില്ല് ടീച്ചറായിട്ട് നടക്കുന്ന ടീച്ചേഴ്സ്, ബെസ്റ്റി ടീച്ചേഴ്സ്. So there are two categories of teachers. ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഈ സ്ട്രിക്റ്റ് ആയ ടീച്ചേഴ്സിനെ, ഈ ഫാൻ ബേസിലുള്ള കുട്ടികളെ ഹൗ ടു അട്രാക്ട് എന്നുള്ളത് ഒരു സെഷൻ നമുക്ക് വെക്കാം. അതിന് 2 hours വേണം. ഒരു കൂട്ടം ടീച്ചേഴ്സ് റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്ത് റൂൾസ് കുട്ടി അനുസരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഷ്ടപ്പെടുമ്പോൾ, മറ്റൊരു വിഭാഗം ടീച്ചേഴ്സ് റൂൾസ് അനുസരിക്കാതിരിക്കാൻ കുട്ടിക്ക് രക്ഷാകവചമായിട്ട് ആക്ട് ചെയ്ത് സൂപ്പർ ചിൽ ടീച്ചേഴ്സ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് അനദർ ത്രെറ്റ്. നമ്മളിത് രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് വേർഷൻ ആയിരിക്കണം, മീഡിയോക്കർ വേർഷൻ ആയിരിക്കണം. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ ഡീറ്റെയിൽഡ് സെഷൻ ഇൻ വർക്ക്ഷോപ്പ് ക്ലാസ്സസ്. സോ ഹിയർ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ യു. ഇന്ന് പല ടീച്ചേഴ്സും ഹോപ്പ് നഷ്ടപ്പെടുത്തിയിട്ട്, പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിട്ട് ക്ലാസ് എടുക്കലല്ല നടക്കുന്നത്. എനിക്കറിയാം, കുറെ ടീച്ചേഴ്സിനെ എനിക്കറിയാം, പറയും. ക്ലാസ് എടുക്കൽ വേറെ, ക്ലാസ്സിൽ ആ കോൺസെപ്റ്റ് പറയുന്നത് വേറെ. നിങ്ങൾ ഒരു ക്ലാസ്സിൽ സബ്ജക്റ്റ് പറയുമ്പോൾ ആ കുട്ടി തീർച്ചയായും മറക്കും. നിങ്ങളൊരു ക്ലാസ്സിൽ ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. വീട്ടിൽ പോയി റിവൈസ് ചെയ്താൽ ഓർത്തെടുക്കാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് കുട്ടിയെ ഇൻവോൾവ് ചെയ്ത് തുടങ്ങിയാൽ ആ കുട്ടി പഠിച്ചു തുടങ്ങും. Does it make sense, my dear teachers? Does it make sense? Is it fit for new gen students? Is it fit? How many of you feel that it is very much fit for new gen students? നമ്മൾ ഈ ഹോപ്പൊക്കെ വിട്ട്, പ്രതീക്ഷയൊക്കെ വിട്ട്, ടീഷർട്ട് ഇട്ട് ഡിഗ്രി കഴിഞ്ഞു പോലും അറിയാത്ത പയ്യന്മാര് കാണിക്കുന്ന കോമാളിത്തരം, മക്കളെ എന്ന് വിളിക്കുന്ന കോമാളിത്തരത്തിന്റെ മുന്നിൽ നമ്മുടെ ഗ്രാജുവേഷൻ, നമ്മുടെ PG, നമ്മുടെ PSC, നമ്മുടെ ഇന്റർവ്യൂ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സാം ഡ്യൂട്ടി, നമ്മുടെ ലാബ് അവേഴ്സ്, ഇത്രയും സ്കില്ല് വിട്ടിട്ട് ഇന്നലെ മുളച്ച കൂണിനെ നമ്മൾ പേടിക്കല്ലോ വേണ്ടത്. ഞാൻ ഇനി വെറുതെ ക്ലാസ്സിൽ പറഞ്ഞു പോകില്ല. ഇനി ഞാൻ ക്ലാസ്സിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ഹൗ ടു ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ഒരു സെഷൻ. എത്ര പേര് റെഡി? How many of you are ready? Please respond. എനർജി ഒക്കെ പോയോ? എന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത കണ്ടോ? അവസാനം ആകെ എനർജി കൂടും. അതാണ്, അത് നിങ്ങളുടെ വൈബാ. ഇതുപോലെ ആവണം നമ്മൾ. ക്ലാസ് കഴിഞ്ഞു പോരാകുമ്പോഴേക്കും നമ്മളെ എനർജി 4 മടങ്ങാവണം. Can we plan physical? Of course. If the authorities are planning for a physical class, I am ready to do anything. Why? Because I am a passionate teacher. Apart from entrepreneur, Vinsar profile വായിച്ചപ്പോ founder of chairman founder and chairman of KBS Academy and MD of KBS Academy, owner of KBS Academy എന്നൊക്കെ പറഞ്ഞു. Apart more than an entrepreneur, I am a passionate teacher. And that ഇന്നും ഞാൻ ക്ലാസ് എടുത്ത് സ്ലൈഡ് നോക്കിയിട്ടൊന്നല്ല, ഇവിടുന്ന് സംസാരിക്കുന്നത്. ബ്രെയിനിന്റെ കൂടെ ബ്രെയിനിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് അത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക്, മര്യാദയ്ക്ക് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്തൊക്കെയോ സാധനം ഉള്ളിൽ തട്ടിയിട്ടാ പറയണെന്നുള്ളത്. Am I right or not? So I am ready. My dear teachers, if you are ready, I am ready to be with you. We can transform this system. ആര് പൂച്ചയ്ക്ക് മണിയിട്ടുന്നാണ്? നിങ്ങളൊക്കെ മാറി നിന്നാ ഈ മൊത്തം മാറ്റം നമ്മളെയും കൊണ്ടുപോകും. We should not perish. We should fight. We should upskill ourselves. We should become a super teacher. We should become a super mentor. We should become a super celebrity. Are you ready? Yes. ഒരു കുട്ടി നിങ്ങൾ പഠിപ്പിച്ചത് മനസ്സിലായില്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവണ പോലെ പഠിപ്പിക്കുന്ന ആളാണ് ടീച്ചർ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എത്ര പഠിപ്പിച്ചിട്ടും ആ കുട്ടിക്ക് മനസ്സിലാവണില്ല എങ്കിൽ നിങ്ങളുടെ മെത്തഡോളജിയാണ് മാറ്റേണ്ടത്. കുട്ടിയെ ശപിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനുള്ള അഭ്യാസമായിട്ട് നിങ്ങൾ ഉണ്ടാവണം. അതിനുള്ള ആയുധം നമ്മൾ ഉണ്ടാക്കണം. അതാണ് ചലഞ്ച് ഓഫ് ടീച്ചിങ്. How many of you agree with me? How many of you are ready? മാറ്റി, ടീച്ചിങ് സ്കിൽ മാറ്റി, ടീച്ചിങ് മെത്തഡോളജി മാറ്റി, ടീച്ചിങ് പാറ്റേൺ മാറ്റി, ആറ്റിറ്റ്യൂഡ് മാറ്റി, ഈഗോ മാറ്റി, എല്ലാം തികഞ്ഞവനാണെന്നുള്ള എന്റെ കോൺസെപ്റ്റ് മാറ്റി. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ, ദ മാനേജർ ആൻഡ് HM ഷുഡ് തിങ്ക് ദാറ്റ് ദെയർ ടീച്ചേഴ്സ് ഷുഡ് ബി ഡിഫറെന്റ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു നമുക്ക് സിറ്റുവേഷനെ മാറ്റാൻ പറ്റില്ല. വി ക്യാൻ ചേഞ്ച് അവർ സെൽഫ്.
then only we can set a benchmark. മാനേജർ HM എന്തോ ചെയ്തിട്ട് ഞാൻ സൂപ്പർ ടീച്ചർ ആവണം, ഞാൻ സെലിബ്രിറ്റി ടീച്ചർ ആവണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ ലോകത്ത് ഒരാൾക്ക് എന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസ് ഉണ്ടാവണം, ഔട്ട്പുട്ട് ഉണ്ടാവണം, സാധനം ഉണ്ടാവണം, വാല്യൂഡേഷൻ ഉണ്ടാവണം, കുട്ടിക്ക് മെച്ചുണ്ടാവണം, സ്കൂളിന് മെച്ചുണ്ടാവണം. സ്കൂളിന് മെച്ചുള്ള ഒരു അധ്യാപകൻ ആരാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാത്തത്? If it is important, you will find a way. If it is not important, instead you will find excuse. ഒരു സാധനം നമുക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മൾ അതിന് വഴി കണ്ടുപിടിക്കും. ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മൾ വേഗം എക്സ്ക്യൂസ് കണ്ടുപിടിക്കും, മറ്റുള്ളവരെ തലക്കിട്ടിട്ട്. ബി എ പ്രോ ആക്റ്റീവ് ടീച്ചർ. എന്താ പ്രോ ആക്റ്റീവ് ടീച്ചർ എന്നറിയോ? എന്റെ വീഴ്ചയ്ക്ക് കാരണം ഞാനാണെന്ന് ആര് സമ്മതിക്കുന്നോ, റെസ്പോൺസിബിൾ ടീച്ചർ ഈസ് പ്രോ ആക്റ്റീവ് ടീച്ചർ. ഞാൻ ബാക്കിലോട്ട് പോയിട്ടുണ്ട്, എനിക്ക് റിസൾട്ട് കുറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ ആളാണ് പ്രോ ആക്റ്റീവ് ടീച്ചർ. പ്രോ ആക്റ്റീവ് ടീച്ചേഴ്സിന് മാത്രമേ അപ്സ്കില്ലിംഗ് ഉണ്ടാവുള്ളൂ, അവർക്ക് മാത്രമേ പഠിക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ, അവരെ മുന്നോട്ട് പോവുള്ളൂ. ടു ബി ഫ്രാങ്ക്, AI വന്നതോടുകൂടി ടീച്ചേഴ്സിന്റെ പണി പോകുന്ന പലരും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് റോങ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് പലതും റിലേറ്റ് ചെയ്ത പോലെ ഒരിക്കലും ഒരു AI റോബോട്ടിന് പറയാൻ പറ്റില്ല. ഫേഷ്യൽ എക്സ്പ്രഷൻസ് പറ്റില്ല, ഇമോഷൻസ് കൈമാറാൻ AIക്ക് പറ്റില്ല. അപ്പൊ പിന്നെ എന്താണ് സാർ AI ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവം? AI അറിയുന്ന ടീച്ചേഴ്സും AI അറിയാത്ത ടീച്ചേഴ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. AI അറിയുന്ന, ടെക്നോളജി അറിയുന്ന ടീച്ചേഴ്സിന് ഞാൻ പറഞ്ഞതുപോലെ സെൻസ് ഓർഗൻസ്, നമ്മുടെ വിഷനും നമ്മുടെ ഓഡിറ്ററി ന്യൂസും നമ്മുടെ ടീച്ചിങ് കപ്പാസിറ്റിയും നമ്മുടെ വോയിസും ഉള്ളിടത്തോളം കാലം പ്രാണവായു നമ്മുടെ ശരീരത്തിന് നമുക്ക് പഠിപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഇഷ്ടം പോലെ. The future is ours, my dear teachers. Don't get panic. Let us unite, let us grow, let us develop this world. It is our responsibility. So please be a proactive teacher. Please be a proactive teacher. ഒരു ടോപ്പിക്കും കൊണ്ട് കുട്ടിയുടെ മുന്നിലേക്ക് എപ്പോ പോകുമ്പോഴും വെറുതെ ഒരു പഴയ പല്ലവി പറഞ്ഞ് കുട്ടിയെ ബോറടിപ്പിക്കരുത്. You should inculcate, you should develop curiosity before launching a chapter or launching a topic. അപ്പോഴാണ് ആ കുട്ടിക്ക് പഠിക്കാനൊരു സ്നേഹം ഉണ്ടാവുക. Make a lasting impact on young minds. എല്ലാ ദിവസവും പോയി ഒരാളെ സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാള് പേരെടുത്ത് വിളിച്ചാൽ, ക്ലാസ്സിൽ 60 പേരെ, ഒരു ദിവസം 15 കുട്ടിയെ ഞാൻ പേരെടുത്ത് വിളിക്കും. ഡാ അജേഷ്, സുചിത്ര, ശ്വേത, എങ്ങനെയുണ്ട്, പനി മാറിയല്ലോ അല്ലെ, ശ്രദ്ധിക്കട്ടോ എന്ന് ഒരാഴ്ചയിൽ എല്ലാ കുട്ടികളുടെയും പേര് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ശബ്ദത്തിൽ ഉറക്കെ ക്ലാസ്സിൽ വരട്ടെ. അത് മതി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ. എത്ര പേരുടെ പേര് വിളിക്കും നിങ്ങൾ ക്ലാസ്സിൽ? ആകെ 60 പേരല്ലേ ഉള്ളൂ. എത്ര പേരുടെ പേര് വിളിക്കും? വർഷത്തിൽ 10 പ്രാവശ്യം. അങ്ങനെയല്ലല്ലോ. കുട്ടി പ്രശ്നക്കാരനാണെങ്കിലും അവനെ അതിൽ നിന്ന് മാറ്റി എന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കാന്തമാവണം അധ്യാപകൻ. എ ടീച്ചർ ഷുഡ് ബി എ മാഗ്നറ്റ്. അവിടെ അയേൺ ആയാൽ മതി. അയേൺ എങ്ങനത്തെ അയേൺ മാഗ്നറ്റ് നോക്കാറില്ല. എ മാഗ്നറ്റ് ഓൾവേസ് യൂസ് ടു അട്രാക്ട് ദ മെറ്റാലിക് തിങ്സ്. ആ മെറ്റൽ ഏത് മെറ്റൽ, സ്വർണ്ണമാണോ ഇരുമ്പാണോ മറ്റേതാണോ മറിച്ചാണോ നോക്കാറില്ല. ആ ഒരു കാന്തമാവണം, കാന്തിക ശക്തി, കാന്തിക പ്രഭാവം വേണം ഒരു അധ്യാപകന്. മുമ്പിലുള്ള മെറ്റൽ എങ്ങനെയെന്ന് പാർഷ്യാലിറ്റി ഇല്ലാതെ നോക്കുന്നവർക്ക് മാത്രം ഒരു കുട്ടിയുടെ ലൈഫിൽ, ആ കുട്ടിയുടെ മൈൻഡിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് അവർ APJ സാർ. എൻജോയ് വാച്ചിങ് കിഡ്സ് ഗ്രോ ആൻഡ് സക്സീഡ്. എത്ര വില്ലനാണെങ്കിലും എത്ര വില്ലത്തിയാണെങ്കിലും അവരുടെ വളർച്ച കണ്ട് സന്തോഷിക്കലല്ലേ നമ്മുടെയൊക്കെ ഒരു റിയൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫ്. ശരിയല്ലേ? ഒരു ചെടി വെച്ച് നനച്ച ഒരു പൂ കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു പച്ചപ്പ് കാണുമ്പോഴേക്കും ആനന്ദിക്കുന്ന നമ്മുടെ മുന്നിലുള്ള ഈ കുട്ടികളുടെ വളർച്ച കണ്ട് ശരിക്കും നമുക്കൊരു മാനിഫെസ്റ്റേഷൻ വേണ്ടേ? ഏത് ബെൻസിന് തരാൻ പറ്റും? ഏത് യൂറോപ്യൻ ടൂറിന് ആ സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റും? അത് മതിയെന്നേ. Yes, be a role model and a mentor rather than a teacher. നിങ്ങൾക്ക് അവരുടെ റോൾ മോഡലും മെന്ററും ആവാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവരുടെ റോൾ മോഡലും മെന്ററും ആവാൻ സാധിക്കുമെങ്കിൽ ഒരു യൂട്യൂബിൽ വള്ളിപൊട്ടിയ ആളും നമ്മളെ കൊണ്ടൊന്നും നമ്മുടെ തൊന്നും ഇടിച്ചിരിക്കാനും സാധിക്കില്ല. എങ്ങനെ സാധിക്കാനാണ്? ഐ എം എ മെന്റർ, ഐ എം എ റോൾ മോഡൽ. യെസ്, create the next generation of leaders. So try to create leaders. അവരെ അടിമകളാവാനല്ല പഠിപ്പിക്കേണ്ടത്. You should teach them to think in a critical way.
എന്തുകൊണ്ട്? വൈ നോട്ട് എന്നുള്ള സാധനം കൂടി വൈ ദിസ് എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്ന ആള് ഒരു അധ്യാപകന് മാത്രമാണ് ഭാവിയിലെ ലീഡേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം. ഇതെല്ലാം ഞാൻ കുറെ സെയിൽസ് ട്രെയിനിങ്ങിന് യൂസ് ചെയ്യണ കുറച്ച് വേർഡ്സും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇനി നമുക്ക് ഫീൽഡിൽ പിടിച്ചിരിക്കണമെങ്കിൽ ടീച്ചിങ് ഫിലോസഫീസും ഓൾഡ് BEd ഞാൻ ഒരു സിസ്റ്റത്തെയും ഞാൻ അടച്ചാക്ഷേപിക്കലല്ല. ചാർട്ടിന്റെ കാലം കഴിഞ്ഞ് ഇന്ററാക്റ്റീവ് പാനലും കഴിഞ്ഞ് ചുമരിൽ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്ന എനിക്ക് കൊട്ടേഷൻ മെയിൽ വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ചാർട്ടിന് റെലവൻസ് എന്ത് എന്ന് ചിന്തിക്കുന്ന ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം. നോ ഇഷ്യൂ. സെയിൽസ് ട്രെയിനിങ് എന്നും ബിസിനസ് ക്ലാസ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് എന്നും ഭാരത് പെട്രോളിയത്തിന് സെയിൽസ് ട്രെയിനിങ് മാനേജേഴ്സിന് കൊടുക്കാറുണ്ട്. D9 മൊണാർക്കൽ സ്റ്റാഫ്സിനൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നതിൽ ചില ക്യാപ്ഷൻസ് നമുക്ക് റെലവെന്റ് ആയിട്ട് ആസ് എ ടീച്ചർ എനിക്കത് മൗൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് റെലവെന്റ് ആണ് എന്ന് തോന്നുന്ന വാക്കുകളാണ് ഞാനിന്ന് ബോർഡിൽ കുറെ അടിച്ചു കയറ്റി അപ്ഡേറ്റ് ചെയ്തത്. ഈ എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്റെ വർഗ, എന്റെ ബ്ലഡാ, ടീച്ചിങ് ബ്ലഡാ, നമ്മുടെ ആളുകൾക്ക് വേണ്ടി അത് കൊടുക്കാൻ അല്ലേ? യെസ്. So let us end the topic with happiness. My dear teachers, thank you so much for dedicating your entire time with me and with ISAF Foundation, with this project. Thank you so much, my dear students. There are so many AI tools, there are so many technology aspects, and I will be with you. If I am getting an opportunity once more, I am ready to be with you, to be with ISAF Foundation. My dear teachers, thank you so much for tolerating me for such a long duration in such a peak hour. Almost you have tolerated me for the past 1 hour and 25 minutes, I think. Thank you so much. Thank you so much. Thank you so much. And thank you so much once again from your friend Srijit S. Nair. Thank you. Vin sir, over to you. താങ്ക് യു സർ. വളരെയധികം സന്തോഷമുണ്ട് സാറിൻ്റെ ക്ലാസ് വീണ്ടും കേൾക്കാൻ എനിക്കും സാധിച്ചതിൽ. പ്രത്യേകിച്ച് ഈ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നും ചില ഡെലിബറേറ്റ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ താങ്ക്സ് എ ലോട്ട്. ഒത്തിരി സമയമായി. താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ്. നമ്മൾ ഒരു 10 മിനിറ്റ് വൈകിയത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളെല്ലാവരും സമയത്തിന് കയറാറില്ലല്ലോ, അതുകൊണ്ടാണ്. നമ്മൾ അടുത്ത സെഷന് നമുക്ക് എല്ലാവർക്കും സമയത്തിന് വരാം. ഈവൻ ഐ ആം ഓപ്പൺ. മറീന മാഡം എൻ്റെ അടുത്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഓഫ്ലൈൻ വെച്ചാൽ ടീച്ചർമാർ വരില്ല, അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനൊക്കെ വെച്ചത്. ബട്ട് എനിവേ വി ക്യാൻ മിക്സ് തിങ്സ്. എനിവേ ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്. ഈ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് മാത്രമല്ല, in the coming days നമുക്കൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടല്ലോ. Let me hear from you whether we can meet one day. ഏതെങ്കിലും, എപ്പോഴും അല്ല, ചില ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ആയിട്ടും ചിലതൊക്കെ ഓഫ്ലൈൻ ആയിട്ടും അല്ലേ ശ്രീ സാർ? എന്താ സാറിൻ്റെ അഭിപ്രായം? ചിലതൊക്കെ ഓൺലൈനും ചിലതൊക്കെ നോ പ്രോബ്ലം. അപ്പം ആ രീതിയിൽ നമുക്ക് എനിവേ ഐ നീഡ് യുവർ ഫീഡ്ബാക്ക് ഓൾസോ. എനിവേ ബിഗ് താങ്ക് യു. ജഗസമൽ സാർ എപ്പോഴും ഉണ്ട്. Thank you, Jagasamal sir. He is one of the founder of ISAF. ഇതിന്റെ പുറകിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ജഗസമൽ സാർ നമ്മുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമായിരുന്നു. ഒത്തിരി സീനിയർ ടീച്ചേഴ്സ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. വളരെയധികം സന്തോഷമുണ്ട് അവരുടെ ഫീഡ്ബാക്കും. ഇനിയുള്ള പ്രത്യേകിച്ച് ട്രെയിനിങ് FDP മോഡലുള്ള സെഷൻസ് എല്ലാം നടക്കുമ്പോൾ ഐ നീഡ് ദ സപ്പോർട്ട് ഓഫ് ഓൾ ഓഫ് യു. ഒരുപക്ഷെ ഈ കേൾക്കുന്നവർ പലരും അന്ന് അവിടെ റിസോഴ്സ് പേഴ്സൺസ് ആയിരിക്കാം. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ട്. എനിവേ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാനുള്ള ഒരു സമയമാണ്. സാറോട് ചോദിക്കാം. സമയം ഒത്തിരിയായി. എനിക്ക് തോന്നുന്നു 2-3 പേർക്ക് ഐ തിങ്ക് വി ക്യാൻ ഓപ്പൺ അവർ ഫ്ലോർ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് അൺമ്യൂട്ട് ബട്ടൺ ആൻഡ് യു ക്യാൻ ആസ്ക്. എനിക്ക് ഇവിടെ 2-3 പേർക്കൊക്കെ എന്തായാലും ചോദിക്കാനുള്ള സമയമൊക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പേഴ്സണൽ മെസ്സേജ് വന്നിട്ട് സാറേ, സ്കൂളിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതായത് ഒരു കുട്ടിയുടെ ഒരു കേസ് സ്റ്റഡി വെച്ചിട്ട്. അപ്പൊ സാറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യുവർ പെർമിഷൻ വിൻ സാറേ? ഷുവർ. ദയവ് ചെയ്ത് ഏറ്റവും സീരിയസ് ഇഷ്യൂസിന് മാത്രം വാട്സപ്പ് ചെയ്താൽ ഞാൻ വിളിക്കും. വിളിച്ചാൽ കിട്ടാറില്ല, വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. വാട്സപ്പ് ചെയ്തിട്ട് മെയിൽ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല. ഇപ്പോഴും
ഭയങ്കരമായിട്ട് കമ്മിറ്റ്മെന്റ്സ് കുറെ ഉള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ അഹങ്കാരം കൊണ്ടല്ല, തിരക്കാണ്, വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞത്. വാട്സപ്പിൽ പർപ്പസ് അയച്ചാൽ ഞാൻ എന്റെ പേഴ്സണൽ നമ്പറാണ്, ഞാൻ തിരിച്ചു വിളിക്കും. എന്നെ കിട്ടിയില്ലെങ്കിൽ ബിൻ വിൽസൺ സാറെ വിളിച്ചാലും മതി, അല്ലെങ്കിൽ ഇസാഫ് ആ കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ടല്ലോ അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ അസിസ്റ്റ് യു. 99% അത്ര എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം വാട്സപ്പ് ചെയ്താൽ മതി. ചിലപ്പോൾ വിൻ സാർക്ക് അറിയാം എൻ്റെ ഫോൺ എല്ലാവരുടെയും എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇതാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് പേഴ്സണൽ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, നമ്പർ തന്നത്. അതൊരു കേസ് സ്റ്റഡി പറഞ്ഞു, ഒരു കുട്ടിയുടെ കേസ്. അത് നമുക്ക് പേഴ്സണലി സംസാരിക്കാനുള്ളതാണ്, അത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ഫോറത്തിൽ നടക്കില്ല. ഓക്കെ, താങ്ക് യു സർ. So Marina madam, shall we wind up then? Any other formalities? വി ക്യാൻ വൈൻഡ് അപ്പ്. ഞാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇസാഫ് സാന്ത്വന ഓൾസോ ഹാസ് എ ടെലി കൗൺസിലിംഗ് ഹെൽപ്പ് ലൈൻ നമ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചേഴ്സിന് അറിയാം, കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിലുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, ഇമോഷണൽ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളത്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കുട്ടികളെ റെഫർ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ സാറിന്റെ അതിനകത്ത് കണ്ട ഒരു 97455622 എന്നുള്ളൊരു നമ്പർ ഉണ്ട്. ആ പോസ്റ്ററിൽ നമ്മൾ ഷെയർ ചെയ്ത ഡിജിറ്റൽ പോസ്റ്ററിൽ കണ്ടത് നമ്മളുടെ ടെലി കൗൺസിലിംഗ് പോസ്റ്ററാണ്. അതിലും നിങ്ങൾക്ക് വിളിക്കാം. ആ നമ്പർ ഒന്നുകൂടി കമ്മ്യൂണിറ്റിയിൽ ഇട്ടാൽ മതി വിൻ സാർ. ഇതാണ് I will just share that number. ഇപ്പൊ മാഡം പറഞ്ഞ ആ ഒരു സാധനം വെരി വെരി റെലവെന്റ്. I used to receive so many calls from parents regarding is there any solution for this for a counseling. So this is a wonderful job. It will be better. ഈ സ്ക്രീൻ കാണാമോ? സ്ക്രീൻ കാണാം. This is our number 97455622. I think that's all. ഫീഡ്ബാക്കിന്റെ ഒരു ഫോം നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് കമ്മ്യൂണിറ്റിയിൽ വിൽ ബി പോസ്റ്റിംഗ് അറ്റ്ലീസ്റ്റ് ബൈ ടുമോറോ മോർണിംഗ് മാക്സിമം നമ്മൾ അത് പോസ്റ്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് നോട്ട്സോ കാര്യങ്ങളോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ശ്രീജിത്ത് സർ ക്യാൻ ഹെൽപ്പ്. Sure, I will share with Isaf Adwar. Yes. Thank you. I think we can wind it up. Thank you very much, sir. Thank you very much, Jacob sir. Thank you, Vin sir. Thank you all teachers for joining. Thank you. Thank you. Yes. Good night. Good night. Bye. Thank you.